ഇപ്പൊ ഇതിന്റെ ആവശ്യം? ഇതൊക്കെ തയ്ക്കുന്ന എപ്പോഴാണെന്ന് നിനക്കറിയാമോ? നീ ഒരു ഉമ്മയാകാൻ പോവുകയാണെന്നുള്ളതിന് വേണ്ട തെളിവുകൾ കിട്ടിയതിനു ശേഷം. അതിനു മുൻപ് ആരും തിന്നാറില്ല. ഗർഭിണി അല്ലാത്ത ഒരു സ്ത്രീ ഇത് തിന്നുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആട്ടെ, ഇതിന്റെ പേരെന്താണെന്ന് നിനക്കറിയാമോ? ഇതിന്റെ പേരാണ് നാലഞ്ച് ദിവസമായിട്ട് വെളിച്ചെണ്ണ വില വളരെ കുറഞ്ഞിരിക്കുക. തേങ്ങ വിട്ട് കുറച്ചു നാളത്തേക്ക് നിർത്തിവെച്ചാലോ എന്ന് കൂടെ ഞാൻ ആലോചിച്ചു. ഏതായാലും നിങ്ങളായതുകൊണ്ട് 28.75 രൂപയാണ് വില. മിസ്റ്റർ ജോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് പറയാൻ? വില വളരെ കുറഞ്ഞു പോയി. ഞാൻ വെറുതെ പറയുന്നതല്ലോ. പോരെങ്കിൽ ഈ മാസത്തെ തേങ്ങയും വളരെ മോശം. ഇത് നല്ല തമാശ. കന്നിമാസത്തിലെ തേങ്ങ എന്ന് പറഞ്ഞ തേങ്ങയാണ്. കൂരല്ലേ, വെറും കൂര്. ഇന്നലെ നമ്മൾ ആ മാങ്ങാത്ത അയൽവാജിന്റെ മൂക്കൊരു കല്യാണക്കാരുമായിട്ട് അവിടെ ചെന്നപ്പം തെങ്ങേറ്റ് നടക്കും. ഞമ്മക്കൊരു തേങ്ങ ഇവിടെ കൊണ്ടൊന്ന് പൊളിച്ചു നോക്കിയപ്പോഴല്ലേ കണ്ണി അടിക്കുന്നത് ഒരു കോഴിവട്ട. ഏതായാലും ചുമട്ടുകാരൻ നാളെ അയച്ചു. അഡ്വാൻസായി 10,000 രൂപ വേണം. പണത്തിന് വളരെ ആവശ്യം. അതിനെന്താ? അപ്പോൾ ഞാൻ ഇറങ്ങട്ടാ. ഞാൻ പോയിട്ട് വരാം. അല്ല, നീ പോയില്ലേ? ഉമ്മ പോയോ? അമ്മായി പുള്ളിയാണ് ഇപ്പൊ വന്നുള്ളൂ. കല്യാണക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അയൽപ്പക്കാരെ നിങ്ങൾ ഇങ്ങനെ താമസിച്ചാലും വെക്കം ചെയ്തേ. ഓ, ഇന്ന് അരിപ്പാട മോക്കട കാർത്തിയാണോ അല്ലേ? വെക്കം ചെല്ലും മോളെ. ഒരു പള്ള നെയ്ച്ചോറ് കിട്ടുന്നത് വെറുങ്ങനെ കളയണ്ട. ആ പെണ്ണുങ്ങളുടെ കല്യാണം ആയിപ്പോയില്ലേ? വല്ല മാർക്ക് കല്യാണമായിരുന്നെങ്കിൽ എനിക്കും പോവാ. പിന്നെ എന്താ മുണ്ടാക്കാ പോന്നത്? 2-3 ദിവസമായിട്ട് പെരെ പത്നിയാണ് മോനെ. ഇന്നെ കണ്ട് എന്തെങ്കിലും മേടിച്ച് റേഷനരി വാങ്ങിക്കാൻ വിചാരിച്ചു പോന്നതാണ്. മുല്ലാക്കയുടെ ഇല്ലെന്നാ പാട്ട് തീരൂല്ലേ? ഇത് നല്ല തമാശ. അതങ്ങനെ നിർത്താൻ ഒക്കുമോ മോനെ? മദ്രസയിലാണെങ്കിൽ ഒറ്റ കുട്ടികൾ ഓത്തു പഠിക്കാൻ മതി. പഞ്ഞം പിടിച്ച മാസമൊന്നും പറഞ്ഞ് ഒറ്റ കല്യാണം നടക്കണേ. പിന്നെ മനുഷ്യൻ ജീവിക്കണ്ടേ മോനെ? ഇന്നെ പോലെ 4 തെങ്ങിന്റെ കട എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും നടക്കൂലെന്ന്. ഇന്നെ പോലെ കഥയുമ്പോ കാലും കയറ്റി മീശാൻ പിരിച്ചോണ്ട് ഒരു ഇരിപ്പുണ്ടങ്ങൾ. അപ്പൊ അവരാണ് ഒരാളിനെ കാണാൻ ആളുകളിങ്ങോട്ട് വരവുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു പോയ ചെക്കനും നമ്മളെ തേങ്ങ വാങ്ങിക്കാൻ ഒരു വരവുണ്ടങ്ങൾ. അപ്പൊ നമ്മളൊരു ചോദ്യം ഉണ്ടങ്ങൾ. ജോസ് മാപ്പിളെ, തെങ്ങേറ്റം കൈ നിൽക്കണ തേങ്ങ എടുക്കണ. ഓ എടുക്കാനോ? അപ്പൊ നമ്മൾ രണ്ടാമതൊരു ചോദ്യം, എന്ത് വിലക്ക് എടുക്കാം? അപ്പൊ അവൻ ഒരു വില പറയലുണ്ടെങ്കിൽ ഞാനൊരു വില പേശലുണ്ടെങ്കിൽ ഒടുക്കൽ ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റലുണ്ടെങ്കിൽ ഈ പോടാ അമുക്കെന്ന് പറഞ്ഞ് കൗത്തിന്റെ മൂട്ടെ പിടിച്ച് പുറത്തോട്ട് തള്ളിലിട്ട് ഞമ്മ അവിടത്തേക്കൊക്കെ ഒരു പോക്ക്. എന്താ പറഞ്ഞാൽ മത്തപ്പാട്ട് നോട്ടം കുത്തിയ പോലെ നിൽക്കണത്? അമ്മ ഇതെന്താണെന്ന് ഈ കേട്ടത്? ഈ നമ്മളെ കരിഞ്ഞിട്ടേക്കണ എന്റെ റബ്ബ. ഇനി ആരെക്കൊണ്ടാണ് ഞമ്മ ഒരു അയക്കല്ലേ ഇരിക്കുന്നതാണ്. ഉമ്മ അവറപ്പാലായിട്ട് കൊല്ലാക്ക അഭിനയിച്ച് നോക്കുകയായിരുന്നു. ആട്ടെ മോളെ, ഓൻ പറഞ്ഞതാ ശരി. ഓരോന്ന് പറഞ്ഞു വന്നപ്പ എനിക്കൊരു ഇത്തപ്പൂരി അങ്ങനെ തോന്നി. ഒരു മുതലാളി ആയാൽ എന്താ? ആ വിചാരം മനസ്സിന് കയറിയപ്പോഴേ കൽവില് ചക്കര വെള്ളം വീഴ പോലെ തോന്നി. മോനെ ജപ്പാറേ, കല്യാണത്തിന് കുഞ്ഞിക്കൊച്ചിനും കെട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അവരിങ്ങ് വരും. നീ എങ്ങും പൊക്കാടല്ലേ. ഞാൻ പോയിട്ട് വ്യക്തമാക്കാം. ശരി ഉമ്മ. ഞാനും പോട്ടെ മോനെ. ഞാനും പോട്ടെ മോനെ. ശരി മുല്ലാക്ക. അസ്സലാമലൈക്കും. മുല്ലാക്ക, തേങ്ങയ്ക്ക് വില പറഞ്ഞ് ദോഷമായിട്ട് തെറ്റിപ്പിരിഞ്ഞല്ലേ? പണത്തിന് വലിയ ബുദ്ധിമുട്ട് കാണും. ഇതുകൂടി ഇരിക്കട്ടെ. അല്ലാ, അൽഹംദുലില്ലാ. 4 തെങ്ങിന്റെ കടയുടെ ഓർമ്മ വന്നപ്പോഴത്തേനും ഞമ്മ പെരയിലെ കൈ അങ്ങോട്ട് മറന്നുപോയി. ഇതും കൂടി ഇല്ലാണ്ട് വെറുങ്ങനോടെ കൈയും വീശി അങ്ങാട്ട് എന്തെങ്കിലും പേത്താക്കി ഓ ഈ എന്നെ രക്ഷിച്ച മോനെ. പതറ്റോ എനിക്ക് കുളം തരും.
ആദ്യം ഞാൻ പറയും. കാതുകുത്ത് കഴിഞ്ഞപ്പോ ആ കുഞ്ഞു കിടന്ന് കരയും. ഇവിടെ പഠിച്ച പണി 18 പൈസ പറ്റിയില്ല. ഒടുക്ക ഞാൻ ചെന്ന് കുഞ്ഞിനെ എടുത്തപ്പോ അതിന്റെ കരച്ചിലും മാറി. അതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞു പോയി. അതിനാണ് ഈ കരച്ചിലും വീച്ചിലും. ഇത് കണക്കാക്കി തന്നെയാണ് ഞാൻ കുറെ പോകുന്നത്. ഇവിടെ വന്ന് ഇല്ലാത്ത പേടി പക്കാതെ പറഞ്ഞിടാൻ നിൽക്കല്ല. ഉമ്മാക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ പോരെ, മറ്റു വല്ല സ്ഥലത്തും വെച്ച്. അതിനിപ്പോ ഞാനെന്താണ് പറഞ്ഞു? ആഹാജി കുട്ടി ഇവിടെ വലിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇവക്കുണ്ട ക്രാമം എടുക്കാൻ എന്ത് ചോദിച്ചു? നേരല്ലേടാ ഞാൻ ചോദിച്ചത്. കൊല്ലം 4 ആയില്ലേടാ. ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള ബാക്കി ഉണ്ടായോടാ. തരുന്ന എടുക്കുന്നൊക്കെ പടച്ചവനാണ്. നമ്മോട് സഹിക്കാനും ക്ഷമിക്കാനും മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ഓ, വന്ന ആയുസും അതിസും കൊണ്ട് എനിക്കിതിന്റെ പ്രശ്നമൊന്നും കേൾക്കണ്ട. സുബൈ, കരയാതെ സുബൈ. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവോ മാതാപിതാക്കളോ ആരുമില്ലാത്തവർക്ക് ആകെ കൂടി ഉള്ളത് ഞാനാണ്. ഉമ്മയുടെ കണ്ണീർ തുടയ്ക്കേണ്ട ഞാൻ അവരുടെ മനസ്സ് വേദനിപ്പിച്ച, അതുകൊണ്ടാണ് കണ്ണുണ്ടായിട്ടും ഞാൻ തുടർപ്പോൾ നടക്കുന്നത്. സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോവുകയാണ്. ഇത് നല്ല തമാശ. ഇടോ ബീരാവുക, ഈ ഔറാമുല്ലാക്കാനെ വിശ്വസിച്ചിട്ടുള്ള ആയിരിക്കും ഈ സാഹചര്യവരെ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞമ്മക്ക് മൊല്ലാക്കാനെ വലിയ വിശ്വാസമാണ്. അപ്പൊ തന്റെ 2ാം കെട്ടിലുള്ള മോക്കൊരു മാപ്പിളുടെ വേണം അല്ലേ? വയസ്സ് എത്രയായി? 63. എടോ, തന്നെ പണ്ടാറാണ്. തന്റെ വയസ്സല്ല ചോദിച്ചത്. അമുക്കാക്ക, പെണ്ണിന് വയസ്സ് എത്രയായി? എന്റെ ഓർമ്മ 16 ആണെന്നാ. 17 ആകാനിടയുണ്ട്. ഈ കൂടാന്ന് വെച്ചാൽ 18 ആകേയില്ല. അതെ, പൊന്നെത്ര കൊടുക്കും? മുക്കി മൂളിയും വരെ ഒപ്പിച്ച ഒരു 5 പവൻ വരെ കൊടുക്കാം. അപ്പൊ ഒരു 37 വയസ്സുള്ളതൊക്കെ മതിയാ? അത് ഇത്തിരി കൂടിപ്പോയില്ലേ മല്ലാക്ക? ഇത് നല്ല തമാശ. വയസ്സ് കൂടുന്നതിന് ഞമ്മളെത്തി കാട്ടാനാണ്. ആട്ടെ, ഒരു 10 പവന്റെ പൊന്നു കൊടുക്കാമെങ്കിലേ 25 വയസ്സായ ചെക്കനെ കിട്ടും. ഒരു 20 പവന്റെ പൊന്നു കൊടുക്കാമെങ്കിലുണ്ടല്ലോ 15 വയസ്സായ ചെക്കനെ ഞമ്മക്ക് ഉണ്ടാക്കാം. വീരാവുക, ഇക്കണക്കിന് 40 പവൻ പൊന്നു കൊടുത്താൽ ചെക്കന് 5 വയസ്സായിപ്പോവല്ലോ മൊല്ലാക്ക. ഒരു 30 വയസ്സുള്ള ചെക്കനെ കിട്ടാൻ വല്ല ഭാവമുണ്ടോ? 30 കത്തിയാണ്. 28, 29, 30. അല്ലാ, വീരാവുക്കാരന്റെ വാക്യം ഒറ്റ ഒരുത്തന്. ചെക്കൻ ആടുവായിക്കാരനാണ്. ഉമ്മയും ബാപ്പയും ഇല്ല, ഒറ്റ തടിയാണ്. ചെക്കന്റെ പേര് LPS മൈദി. 4-5 കൊല്ലം മുമ്പ് എന്റെ മോക്കൊരു കല്യാണക്കാര്യം ആലോചിച്ചപ്പോ മൊല്ലാക്ക ഈ ചെക്കനെയാണെന്ന് പറഞ്ഞത്. അന്നും ചെക്കന് 30 വയസ്സെന്നാ പറഞ്ഞു. ഇത് നല്ല തമാശ. കൊല്ലം 14 മണിയും അമ്മ എന്ത് കാട്ടാനാണ്? ഈ പുസ്തകത്തിലുള്ളത് നല്ല നേരും നേരുമുള്ള കണക്കാണ്. എത്ര കൊല്ലം മുമ്പ് എഴുതി വെച്ചാലും ഈ പുസ്തകത്തിലുള്ളത് മാറില്ല. വിട്ട് പിടി. അത് പോട്ടെ മല്ലാക്ക, നമുക്ക് വേറെ വല്ലത്. പിന്നെ ഏതാണ്? ഇന്നലെ നമ്മുടെ കയ്യിൽ ഒരു നല്ല ചെറുക്കം വന്ന് പെട്ടിട്ടുണ്ട്. കൊയിലാണ്ടിക്കാരനാണ്. അവനെ കണ്ടാലേ ആളാണെന്ന് ആരും പറയില്ല. ഏതെങ്കിലും കാര്യം മൊല്ലാക്കാൻ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഞമ്മളേക്കുന്ന ഉറുപ്പിന്റെ ഒരു 25 രൂപ ചെലവിൽ. എന്റെ കഥ 25 രൂപ. ഒരു 10 രൂപ മതിയോ? ഉള്ളതടി. എന്റെ വല്യമ്മയുടെ ഇളയമ്മയുടെ മൂത്ത മോക്കടെ ഇളയമോട് പെണ്ണ് വേണം. പെണ്ണിന് 30 പവന്റെ പൊണ്ണ് കിട്ടണം. ഇത് നല്ല തമാശ. തനിപ്പോന്നല്ലേ അവിടെ പോയി ഇവിടെ പിന്നെ മനസ്സില്ല മനസ്സില്ലേ? എന്നാ തന്നെ കുമ്പേ നിർത്തിയിട്ട് ബാക്കി കാര്യം എന്റെ പണം ഇപ്പൊ കിട്ടണം. പണം എടോ, എന്റെ മുറ്റത്ത് കാലത്ത് കുത്തിയ കായ് ഇങ്ങോട്ട് വരണം. അതാണ് ഇവിടുത്തെ നയം. എന്റെ മോക്കൊരു മാപ്പിളക്കാരി ഉണ്ടാക്കാന്ന് പറഞ്ഞ് 10-25 ഉറുപ്പ്യ വാങ്ങിയിട്ട് കൊല്ലം 3-4 ആയി. അതിന് ഞാനെന്ത് കാട്ടാനുണ്ടോ? തന്റെ മോക്കൊത്തൊരു മാപ്പിളക്കാര്യം കിട്ടണ്ടേ? വേണ്ടടോ, താനി എന്റെ മോക്ക് മാപ്പിളക്കാരി ഉണ്ടാക്കണ്ട. എന്റെ മോക്ക് ഞാൻ തന്നെ മാപ്പിളക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല, എന്നാൽ ഇപ്പൊ അടക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്ന കാര്യം പിന്നെ നടത്താം. ഇടോ, എന്റെ കാര്യം പറ്റിച്ച് പിന്നെ എന്നെ കളിയാക്കണം. നാളെ കിട്ടിയത് ഞാനേ കളഞ്ഞ ഇവിടെ നിന്ന കുഴപ്പമാണ്. എടോ, ഇവിടെ ഉള്ള ആളുകളൊക്കെ ഓടിച്ച നഷ്ടം എനിക്ക് ഇപ്പൊ താന്നല്ല. എടുക്കണം 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 എടുക്കണം. എന്നെ കണ്ടോ?
ഇന്നലെ കടപ്പൂര് വള്ളിയിൽ അസുഖമേലയുടെ മതപ്രസംഗം ഉണ്ടായിരുന്നു. ഇപ്പത്തെ പോയല്ലേ പോണമെന്നുണ്ടായിരുന്നു പേരാച്ചി. വൈകുന്നേരമായിട്ട് ഒരു തലവേദന. അമ്മായിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. നിന്നോട് ആരെങ്കിലും വെള്ളത്തിലാക്കാൻ പറഞ്ഞു? ഞാൻ കുളിക്കണില്ല. അമ്മ എന്ന് ഈ സമയത്താണ് കുളിക്കാറുള്ളത്. എന്റെ മോക്ക് പിന്നെ ഭാര്യ തല്ലി ഭർത്താൻ പറയാൻ നന്നായി അറിയാം. അത് പാങ്ങിന്റെ മോളെ കുരുത്താൻ മാത്രമാണ്. കുരുത്താൻ മാത്രം എടി വല്ലതും ചെയ്യുമ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞു ചെയ്താൽ എന്താണ്? അതാണ് മോളെ കുരുത്താൻ മാത്രം. ഒന്നും ചോദിച്ചൂടാ പറഞ്ഞൂടാ. അപ്പോഴത്തേക്കും തന്നെ പന്നീര് ഈ കള്ളക്കണ്ണിൽ എങ്ങനെ തന്നെ വരട്ടെ. അല്ല ഈ പെണ്ണ് പുറമില്ല. ഒരു പേരക്കിടാവിനെ കാണാൻ കുറിച്ചോടിയിട്ട് കൊല്ലം 4 ആയി കേട്ടാച്ചി. ഞാൻ മരിക്കുന്നേരം എടുക്കുക അതിനുള്ള ബാക്കി എനിക്കുണ്ടാവും എന്ന് തോന്നണേ. ഇക്കണക്കിന് ഈ കുടുംബം ഹലാക്കായി പോകല്ലോ റബ്ബേ. ഇത്തത്ത കായ്ക്കാത്ത മാവ് മുറ്റത്ത് നോക്കണ്ട. ഞമ്മക്ക് ജബ്ബാറിനെ കൊണ്ട് വേറെ പെണ്ണ് വെച്ചാലാണ്. ഞാൻ പറയാനിട്ടാണ് കേട്ടാച്ചി. ഈ കാര്യം അവന്റെ ചെവിട്ടിൽ ഓതാത്ത ഒറ്റ ദിവസം പറ്റില്ല. എന്റെ ചേച്ചിക്കാടെ മൂട് ശരിയാന് ഇവനെ കൊണ്ട് കെട്ടിപ്പിക്കണമെന്നാണ് ഇപ്പോഴും എന്റെ മനസ്സിലുള്ള പൂതി. അതിനെങ്ങനെയാ ഈ ബലാലിന്റെ മൊഴി ചൊല്ലാൻ മറ്റൊരുത്തിനെ കെട്ടാൻ അവന് കഴിയില്ലാന്ന്. വേണ്ട മൊഴി ചൊല്ലണ്ട. മൊഴി ചൊല്ലാണ്ട് എന്നെ ജബ്ബാറ് വേറെ പെണ്ണിട്ട് എന്ന് ശരിയേണ്ടത്. അവിടെ ഒരു ചോണക്കുട്ടിയാണത്. അവിടെ ഈ കുടുംബത്തെ കാലത്തേന് ഈ പെണ്ണ് താനെ പൊക്കോളും. വരട്ടെ കേട്ടാച്ചി. ഈ മഞ്ചി ഈ കുഞ്ഞൂത്തുമ്മ വിചാരിച്ച കടവിൽ താൻ എന്നെ കൊണ്ട് കിട്ടും. അപ്പൊ കേട്ടാച്ചി എന്നാ പോട്ടെ തത്ത. ആ എഴുതിയോടെ തേങ്ങ കിട്ടിയിരുന്നെങ്കിലും ആദ്യകൃഷ്ണൻ എടുക്കാനാണ് ഒപ്പിക്കാറും. അത് നിന്നെ ഞാൻ പഠിക്കുന്നത് കണ്ടപ്പോഴേ നിരീച്ചിട്ടുണ്ട്. ആ എഴുതി മുറി തേങ്ങ ഞങ്ങൾക്ക് പോയില്ല. സുബർക്കം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആലോചനയാണോ നിങ്ങള്? സുബർക്കം വെട്ടിപ്പിടിക്കാൻ അതിന്റെ ആവശ്യം ഞമ്മക്കില്ല. ഞമ്മ ഇസ്ലാമികൾ സുബർക്കം ഞമ്മക്കല്ലാണ്ട് പിന്നെ ആയിരിക്കാനുള്ളത്. ഇത് നല്ല തമാശ. പിന്നെ എന്താണ് ഇത്ര വലിയ ആലോചന? ഞമ്മള് ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്ന കാര്യം ആലോചിക്കേ. ഈ ദുനിയാവിന് കഴിഞ്ഞുകൂടെ വലിയ പന്തപ്പാണ്. ഈ ദുനിയാവിലെ ദുരിതനുഭവിക്കുന്ന ഒരു കാണാത്ത സുബർക്കം അത് വല്ലാതെ അറിയും. ആ വിചാരം കൊണ്ടുള്ളൊരു ആശ്വാസം. അല്ലെങ്കിൽ ഞമ്മള് പണ്ടേ മയ്യത്തായ ആട്ടെ നമുക്ക് ചോദിക്കട്ടെ ഇക്കാലത്ത് അത് ശരി. എന്താ വല്ലാക്കാതെ കോട് കുറവാണ് ഈ മരിക്കാനായ നമ്മളെ പിടികൂടിയത്? ഓളൊന്നും ഇല്ലായിട്ടല്ല നമ്മൾ പറഞ്ഞത്. ഒരു വീടായാല് ഒരു പെണ്ണ് മതി. എന്നാല് ഒരു റഹ്മത്തുള്ളൂ. പാത്തോമ്മ മരിച്ചതോടെ നമ്മളെ റഹ്മത്തൊക്കെ പോയി മല്ല. ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കൂടണം. അതീതമല്ലാക്ക പിന്നെ വരുന്നത് ഇത് നല്ല തമാശ. അത് നമ്മുടെ വീട് തന്നെ 5ാമത്തെ വീട്. ഓ ഏട്ടാക്കിയ ഇതെന്ത് രണ്ടി നമ്മുടെ പെരേ തന്നെ കിടക്കിയത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഞാൻ സുബൈദാടെ ഞാൻ 4-5 ദിവസമായി അവക്കടെ അടുത്തൊന്ന് പോണോന്ന് വിചാരിക്കും. അതിനെങ്ങനെ? ഈ ഹലാക്കിന്റെ ക്ഷമ കാരണം മനുഷ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ഒക്കുന്നില്ല. പിന്നെ എന്തൊക്കെയാ പേത്താച്ചി അവിടുത്തെ വർത്താനം? സുബീദാക്കൊക്കെ സ്വാതന്ത്ര്യമല്ലേ? എന്ത് സുഖം. ആ പെണ്ണിന് കണ്ണീര് കഴിഞ്ഞാൽ നേരല്ല. കണ്ടതിനോ കടിയതിനൊക്കെ അവരുടെ അമ്മായിമ്മ അവിടെ വഴക്ക് പറയും. മനുഷ്യനായാലും ഒരു സ്വൈരം വേണ്ടി. കുഞ്ഞാത്തുമാരുടെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാം. അക്കാരണം കൊണ്ട് സുബൈദാനെ ജബ്ബാറിന് കെട്ടിച്ചു കൊടുക്കാൻ തന്നെ എനിക്ക് തീരെ മനസ്സിലായി. പിന്നെ അവക്കടെ ഉമ്മാടെ ആശയം മോളാണെന്ന് മോനെ തന്നെ കെട്ടിക്കണോ. മനസ്സ് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് സമ്മതിച്ചെന്നേ. ആ കഥയൊക്കെ പറഞ്ഞിട്ട് എന്താണ് നടക്കാൻ? അതേ മല്ലാക്ക പോയ കുത്തി പിടിച്ചാൽ കിട്ടും. എനിക്ക് ഞാൻ എത്ര നിന്നെ പണ്ടാറമ്പക്കാനായിട്ട് ഇപ്പൊ ഇങ്ങനെ കെട്ടിയെടുത്ത മാതെ കളഞ്ഞ തട്ടിപ്പും മറ്റും പറഞ്ഞ് രണ്ടുകൂടെ കായ് മേടിച്ചിട്ട് കഴിച്ചാണ് ഞമ്മള് വന്നത്. അപ്പൊ കേറി വന്നിട്ട് തേത്താച്ചി. നിന്റെ പേര് തേത്താച്ചി നല്ലി പോത്താച്ചി. കുഞ്ഞുത്താത്താനെ പറ്റി നമ്മൾ കൊള്ളവാക്കും പറഞ്ഞു. ആ എരി ഒരു കൂടി തേങ്ങയും വാങ്ങിയെടുക്കാന്ന് പറ്റിയ ഞാൻ പറഞ്ഞു. അപ്പൊ ഡേരാക്ക് ചക്കു വിറ്റു വരെ നിന്റെ നായി അരി അരമുറി തേങ്ങ കെടിമക്കാരൻ നിന്റെ പാപ്പ മോനെ, നീ എന്താണെന്നും പറയാൻ ഉമ്മ പറയുന്നത് നീ കേൾക്കുമോ? എനിക്കത് സാധ്യമല്ലോ. സുബൈദാനെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല. ഉമ്മാടെ കൊതി കൊണ്ട് എന്റെ മോനൊരു കുഞ്ഞുണ്ടായി കാണും. എനിക്കൊരു പേരക്കുട്ടി. ഞാനും കൊതിക്കുന്നു. പക്ഷെ
നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ വഴിയാത്രമാക്കാൻ എനിക്ക് സാധ്യമല്ല. എന്നാ മോനൊരു കാര്യം ചെയ്യും. സുബൈദനെ ഉപേക്ഷിക്കാതെ തന്നെ വേറെ ചേക്കുഞ്ഞുമാമാടെ മോള് സെബിയെ നിന്ന് ചേർന്ന പെണ്ണാണ്. പണ്ട് ഞമ്മ ആലോചിച്ചു വന്നു. അതുകൊണ്ട് അന്ന് അത് നടന്നില്ല. അക്കാരണക്കാരെ ഞാൻ നിൽക്കായിട്ട് ബൈത്താവുകയും ചെയ്തു. അന്ന് ഞാൻ മുടക്കമൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ല, നിന്റെ ബാപ്പ പറഞ്ഞു. അങ്ങേരിക്ക് പെങ്ങളുടെ മോളെ തന്നെ മോനെ കൊണ്ട് കെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇപ്പൊ ഈ വേദന കാണാൻ അങ്ങേരുണ്ട. ഇത്രമാത്രം വേദനിക്കാൻ ഇപ്പൊ എന്തുണ്ടായി? ഒന്നുമില്ലേ, ഒരു മരിച്ച വീട് പോലെയല്ലേ ഇത്. ഒറ്റ എടുപ്പുണ്ട്. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് വന്ന് കാണാനില്ല. നാം വരുത്തി കൂട്ടിയതല്ല. ഒരു മറ്റിപ്പണ്ണിനെ കെട്ടുകൊണ്ടിട്ട് വിധി പറഞ്ഞിരുന്നോളാ. ഞാൻ നിന്നെ പിരാതി പിടിപ്പിക്കുന്നില്ല. നിനക്ക് വയസ്സായി തുടക്കാരനായിട്ട് കഷ്ടപ്പെടുമെന്ന് ഇതൊക്കെ എന്തൊരു ശല്യമാണ്. ഞാൻ നിനക്കൊരു ശല്യേ. 10 മാസം ചോദ്യം നൊന്ത് വെച്ച് ഉമ്മ നിനക്ക് ഒരു ശല്യേ. ഇന്നലെ കഴിവതോട് വരുന്നു. ഉമ്മ എന്റെ സ്ഥാനത്ത് ഉമ്മ ഒരു പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചിരുന്നത്. അവൾക്കാണ് ഇത്തരം ഒരു ഗതികേട് വന്നിരുന്നെങ്കിൽ ഉമ്മ എന്ത് ചെയ്യുമായി? ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മയും ഒരു പെണ്ണല്ലേ. ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് ഉമ്മയ്ക്കില്ലേ? ഞാൻ വേറൊരു കല്യാണം കഴിച്ച വേദന താങ്ങാൻ കരുത്തില്ലാതെ സുബൈദ ഹൃദയം പൊട്ടി പഠിക്കും. ഉമ്മ ആ പാപാനം കൂടി ഞാൻ ചുമക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് അവക്കടെ കാര്യം പറയുന്നത്? നിനക്ക് ഇത്ര കഴിവയക്കും? ഓ, അവക്കടെ മഹിമോണ്ടായിരിക്കും. ആ മഹിമോണ്ടാണ് അവിടെ ഈ കുടുംബത്തെ കാര്യം 4 മാസം തികവേദന മുമ്പ് നിന്റെ ബാപ്പാടെ മയ്യത്ത് ഈ കുടുംബത്തിൽ കെട്ടിയെടുക്കേണ്ടി വന്നത്. ഇനി ഞാൻ പിന്നെ നീ അങ്ങനെ ഈ കുടുംബം നശിച്ച് വെട്ടിയതാക്കിട്ട് അവിടെ ഇറങ്ങിപ്പോ. എന്താണ് നീ കുറിച്ചു നോക്കണത്? നിനക്കെന്നെ തല്ലണോ? തല്ലണ തല്ലി കെട്ടിയോൾക്ക് വേണ്ടി ഉമ്മാനെ തല്ലിയുള്ള പേര് വേണം നീ എന്നെ തല്ലിക്കും. എനിക്കൊരു തരത്തിലും മനസ്സമാധാനമില്ലാതായി. നിങ്ങൾ എന്നെ ഇഞ്ചക്റ്റായി കൊല്ലണം. നിങ്ങൾ എനിക്ക് കുറച്ച് വിഷണ്ട. ഇല്ലടാ ഇല്ല. പാല് തന്ന കൈകൊണ്ട് വിഷം തരാൻ നിന്റെ മക്കളയ്ക്ക് കൊള്ളരുതാത്തോടെ. നീ മരിക്കാനല്ല, നീ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണല്ലേ എന്നെയും ഈ കുടുംബത്തെയും പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ആ പാവപ്പെട്ട പെണ്ണിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്. അവളുടെ വഴിത്താരിൽ വേദനയുടെ കാരമുള്ളുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് 2ാം വിവാഹം ചെയ്യാൻ എന്നോട് ഉപദേശിച്ചത്. ഇല്ലുമ്മ, ഇല്ല. ഒരിക്കലും എനിക്ക് മനസ്സമാധാനം പകർന്നു തരും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നീറി മരിക്കുമ്മ, മരിക്കും. അപ്പൊ ഇന്റെ വാക്കിനൊക്കെ നിനക്ക് കഴിയില്ല. എങ്കിലും നീ ഒന്ന് മനസ്സിലാക്കി. ഞാൻ നിന്റെ ഉമ്മയുടെ കാര്യം നീ മറന്നേക്കും. എനിക്ക് ഇങ്ങനെ മോശം വേണ്ട വേണ്ട. നീ എന്നെ വിളിക്കരുത്. എനിക്കത് കൊടുത്തേ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഉമ്മ പറഞ്ഞതുപോലെ നിങ്ങൾ സഫിയനെ കല്യാണം കഴിക്കണം. സുബൈദ, എനിക്ക് സാധ്യമല്ല സുബൈദ. നിന്നെ കണ്ണീഴ്ചയിലേക്ക് തള്ളിവിട്ടിട്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ്. നിങ്ങൾ വേറെ വിവാഹം കഴിക്കുന്നത് എനിക്ക് പരാതിയില്ല, വേദനയില്ല. നിങ്ങൾ ഇതിന് ഭയപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമുള്ളൂ. നിന്റെ ഭാവി നീ തത്വമെങ്കിലും ആലോചിക്കുന്നത്. എല്ലാം ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. നിങ്ങളുടെ 2ാം ഭാര്യ, നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയെങ്കിൽ എനിക്ക് താല്പര്യം. നീ എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. അല്ല, നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. സന്തോഷം അതിന്റെ ഉറവ വറ്റിപ്പോയി സുബൈദ, വറ്റിപ്പോയി. അത് നിങ്ങളെ തോന്നലാണ്. ആട്ടെ, നിങ്ങൾ ആണയിട്ട് പറ. നിങ്ങൾ എനിക്ക് സഫിയ അനിയത്തിയെ കൊണ്ട് തരാമല്ലോ? നിങ്ങൾ എനിക്ക് സത്യം ചെയ്ത് തരുമല്ലോ? ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നീ പറഞ്ഞു. അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയാണ്. അതെ, എങ്കിൽ മറ്റൊന്നു കൂടി തീർച്ചയാണ്. ഇനിയും അതേസമയം നിങ്ങളെന്നെ ജീവനോട് കൂടി കാണില്ല. ഞാനൊരു അറിയപ്പെട്ടാൽ സുബൈദ, നീ എന്താണ് പറഞ്ഞത്? ഞാൻ മൂലം നിങ്ങളും നിങ്ങളുടെ ഉമ്മയും അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ട് ഇനിയും ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരിയുള്ള തീയിലേക്ക് കുറെ എണ്ണ കൂടി പകരാനാണ് നിന്റെ ശ്രമം. കാലത്തിന്റെ കൈകൾക്ക് ആ തീ കെടുത്തിക്കളയാനുള്ള കരുത്തുണ്ട്. അന്ന് നഷ്ടപ്പെട്ടു പോയ ആനന്ദവും സംതൃപ്തി നിങ്ങൾക്ക് വീണ്ടും കിട്ടും. അത് കണ്ട് എന്റെ ആത്മാവ് പ്രവൃത്തിയാണ്.
എനിക്കും വേണ്ടി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കണം. നിന്റെയും ഉമ്മയുടെയും ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. സഫിയായ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. സഫിയ ഭയന്നു പോലെ ഇവിടെ മരഞ്ഞാടിയുള്ള വിവരം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഉമ്മയോട് പറയട്ടെ, രക്ഷിക്കാനെ പേടിപ്പിച്ചെന്ന്. ഉമ്മയോട് 100 വട്ടം പറഞ്ഞു. എന്താ ആമയോട് മൂലാതെ പറഞ്ഞ് വഴക്ക് പറയുന്നതായിരിക്കും. ആട്ടേക്ക ഇക്ക ബാപ്പയോട് ഷർട്ട് മുണ്ട് വാങ്ങാൻ പണം ചോദിച്ചിട്ട് കിട്ടി. വേദിച്ചിട്ട് പണം ഞാൻ തരാം. ഇന്ന് രാവിലെ ബാപ്പ നിസ്കരിക്കുന്ന തക്കത്തിന് ഞാൻ കുറച്ച് പണം കൂട്ടിയത്. പാപ്പ തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ ഉണ്ടാക്കുന്ന പണം വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ ബാപ്പ സമ്പാദിക്കുന്നത്, നമുക്ക് വേണ്ടി. നമുക്കെന്ന് പറഞ്ഞു എനിക്ക് എന്താ അത് പറഞ്ഞപ്പോഴും മിക്കയുടെ മുഖം വാടിപ്പോയി. കയ്യെത്താത്ത പൂവിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു കൊടുത്തു. സത്യം ആര് പറഞ്ഞ് കയ്യെത്താത്തതാണ്? നാം മണ്ണപ്പം ചുട്ടും കൂത്താങ്കോലെ പഠിച്ചു നടന്ന കാലം ഇന്നും ഞാൻ അതെല്ലാം നല്ലപോലെ ഓർക്കുന്നു. ഈ മാങ്ങ എന്തോ രുചി. ഇക്ക ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ ഇക്ക. ആ ആ ആ ആ എടി, നീ കെട്ടിക്കാത്ത പെൺകൊച്ച കുറച്ച് അടക്കം ഒതുക്കും വേണം. ഓ, അടക്കം ഒതുക്കും. അച്ഛനെ, നീ ഇവക്ക് നല്ല കുട്ടി തോന്നിക്കും. ശശിതേ, മോനോട് വെറുപ്പ് തോന്നിയിട്ട് പറയാമെന്ന് വിചാരിക്കരുത്. നീ എന്റെ ആങ്ങളയുടെ മോന. പക്ഷെ അമ്മായി വിചാരിച്ച ഒന്നും നടക്കൂലെന്ന് നിനക്കറിയാല. മരം മറിഞ്ഞ കൊടിയിടാവും. നിങ്ങളുടെ ഈ പെരുമാറ്റത്തെ പറ്റി മാമ എങ്ങാൻ അറിഞ്ഞാൽ പിന്നെ നിനക്ക് കുടിയിൽ സ്ഥാനം ഉണ്ടാവില്ല, എനിക്കും പിന്നെ സ്വയം ഉണ്ടാവില്ല. ആ ഓർമ്മ മോനെ കൊണ്ട് വേണം. തുമ്മമാപ്പിള, നമ്മള് നിങ്ങളെ വിശ്വസിച്ച് യാത്ര ചെയ്യും. ഞമ്മക്ക് ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉള്ള നിങ്ങൾക്കറിയാം. ദിവസവും 2 അണ വെച്ച് നിങ്ങൾ ഞമ്മക്ക് തരാം. ഈ ആട് വലുതായി പറഞ്ഞവരെ തന്നാൽ അത് കഴിഞ്ഞാലല്ല. ഞാൻ തുമ്മമാപ്പിള നമ്മുടെ അല്ല അറിഞ്ഞ അത് തൊമ്മനറിയാം. ആ പിന്നെ മറ്റൊരു കാര്യം, ഞമ്മക്ക് വരാനുള്ള 2 അണ ഒറ്റ ദിവസം മുടങ്ങാൻ. ഒരു ദിവസം മുടങ്ങാനല്ല, നമ്മൾ തൊമ്മന്റെ വീട്ടിൽ വന്ന് ആടിനെ പിടിച്ചോണ്ട് പോകും. അപ്പൊ പിന്നെ കാര്യമൊന്നും പറയരുത്. നമ്മൾ പറഞ്ഞു നമ്മൾ തിരിഞ്ഞ നമ്മുടെ പുന്നക്കാട്ട് താമസിക്കുന്ന കോവാനുണ്ട്. അവൻ നമ്മൾ കോയിലൊക്കെ പോയി ദിവസം ഒരു നയാ പൈസ തരണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലത്തെ നയാ പൈസ അവൻ തന്നില്ല. ഈ കോയിനെ എടുത്തുകൊണ്ട് പോയി. കഴിഞ്ഞ ആഴ്ച കൊളപ്പറമ്പില് അസുമഞ്ഞിക്കവിടെ വീട്ടിൽ പശുവിനെ പിടിച്ചോണ്ടാൻ ചെന്നിട്ട് അയാൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നെ കൊണ്ടാവില്ല ഇതിനൊന്ന് പോകാൻ. നിന്നെ കൊണ്ടൊന്നും കഴിയൂടാ. നിന്നൊക്കെ തിന്നാനേ കൊള്ളുള്ളൂ. നീ പോയി ചീത്തയും കേട്ടോണ്ട് പോകുന്നു, നമ്മൾ പോയി പൈരി കേട്ടോണ്ട് പോകുന്നു. അതാണാ ഉച്ചത്ത്. അല്ലെങ്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നമുക്ക് ഉമ്മയും പാപ്പായും മരിച്ച് കാക്കായുടെ സ്വത്തിലെ അറിഞ്ഞിരുന്ന് നടന്നപ്പം ഈ ശൈത്താന്റെ മോള് ചെവിട്ടിൽ മുട്ടുപോയ ശരിക്ക് ചോറ് കയറിയപ്പോ നീ നമ്മളെ ഓർക്കാതെ അത് നിന്റെ വീട്ടിൽ വിട്ടാണ്ടാ. നമ്മളെ വിട്ടുന്നുണ്ട്, നമ്മളെ വിട്ടു. അവൻ വെറുതെ ഒന്നും തിന്നിട്ടില്ല, നല്ലോണം പണിയെടുക്കുന്നുണ്ട്. നീ നമുക്കൊന്നും പറയണ്ട. നിനക്ക് പോവാൻ കൈ വയ്ക്കുക. കൈ വയ്ക്കാന്ന്. എന്നാ ശരി, പോ. ശരി എല്ലാമാണ് ഇല്ലാത്ത വിശേഷങ്ങള്. നല്ല വിശേഷം. പിന്നെ ഞമ്മള് പോകുന്നത് കുഞ്ഞാത്തുമ്മ പറഞ്ഞയച്ചിട്ടാണ്. ഏത് കുഞ്ഞാത്തുമ്മ? ഇക്കാന്റെ പെങ്ങള് അല്ലാണ്ട് പിന്നെ ആര്? പെങ്ങള് 3-4 കൊല്ലം പെങ്ങൾ എവിടെ ആയിരുന്നോ? ഇപ്പോഴേ ഞങ്ങളെ പറ്റി അന്വേഷിക്കാൻ അവർക്ക് നേരെ കിട്ടുള്ളൂ. കുഞ്ഞാത്തുമ്മനെ മാത്രം ചേക്കുഞ്ഞിക്ക് എന്തിനു വഴക്ക് പറയുന്നത്? ഇങ്ങനെ ഒരു പെങ്ങളെന്ന് ചേക്കുഞ്ഞിക്ക ഇതുവരെ അന്വേഷിച്ച ഇത് നല്ല തമാശ. ഞാനെന്തിന് അന്വേഷിക്കുന്നു? അവരെന്നെ നാളെ കിട്ടും. എത്ര പേരുടെ കാര്യമാണ്. വരവരോടും പോണവരോടൊക്കെ ഞാൻ പറഞ്ഞ് സഫിയാനെ ജബ്ബാറിന് കെട്ടിച്ചു കൊടുക്കാൻ പോണം. അക്കാര്യം പറഞ്ഞ് അവർക്ക് 1-2 4 കൊടുക്കാൻ ശൈത്താന്റെ
കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാത്തുമ്മപ്പ നമ്മളെങ്ങനെ പറഞ്ഞത്. ശരിയാണ്, ജബ്ബാറിന് കെട്ടിച്ചു കൊടുക്കണോ? അവന് വേറെ പെണ്ണുണ്ടല്ല. അത് ഒക്കില്ല, അത് ഒക്കില്ല. കഴിഞ്ഞതൊക്കെ മറന്നേറാണ് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ഉടപ്പുറപ്പിങ്ങളെ ശരിയാണ്, ജബ്ബാറിനെ കൊണ്ട് കെട്ടിപ്പിച്ച് കണ്ടിട്ട് മരിക്കണമെന്നാണ് കുഞ്ഞാത്തുമ്മയുടെ ആശ. അത് നടക്കൂല എന്നാണ് ഞങ്ങളും പറയുന്നത്. ഒരു പെണ്ണുമായിട്ട് കഴിഞ്ഞുകൊണ്ട് അവന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കേ, വെറുതെ ക്രാക്കാണെന്ന് നമ്മളോട് പറഞ്ഞേക്കും. ജബ്ബാറിന് രണ്ടാം കെട്ട് കെട്ടാൻ തീരെ മനസ്സിലായി. പിന്നെ കുഞ്ഞാത്തുമ്മ പേരിട്ട് പാടുപെട്ടിട്ടാണ് അവൻ സമ്മതിച്ചു. അതാ പറഞ്ഞിട്ട് തല്ലിപ്പേരിക്കുന്ന മാങ്ങയ്ക്ക് മധുരം ഉണ്ടാവും. ജബ്ബാറിന് രണ്ടാം കെട്ടിന് സമ്മതമല്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ അവന് മൂത്ത കെട്ടികളാണ് തിരിച്ചെന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ അവന് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത അവർക്ക് അവിടെ വല്ല സുഖം ഉണ്ടാവും. ചുരുക്കത്തിൽ ഈ കല്യാണം നടക്കൂല. മറ്റേ പെണ്ണവിടെ ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കൂല. അപ്പൊ നമ്മളൊക്കെ ഇറങ്ങിട്ട് വരാതിരിക്കാം. അപ്പൊ ഇത് നടക്കൂല. നടക്കൂലോ? അസ്സലാമലൈക്കും. കല്യാണാലോചന ഇങ്ങോട്ട് വന്നത്. നമ്മളെ മുടിപ്പിക്കാൻ വന്നിരിക്കുന്നവരോ പരാതികൾ. നിങ്ങൾ പേടിച്ച് മരിക്കണ്ട. ഞാൻ കാര്യം ചോദിക്കാനൊന്നും വന്നതല്ല. പിന്നെ എന്തിന് വന്നെന്ന്? ഞാൻ നിന്ന് നിൽക്കാതെ കഴിഞ്ഞിട്ട് കൊല്ലം 10-25 ഇതിനൊരു കാര്യം ചോദിക്കാറില്ല. നീ എന്തെങ്കിലും നമ്മൾക്ക് വന്നിട്ടുണ്ടോ? ഞാൻ വന്നത് സെവിയുടെ കല്യാണ കാര്യം പറയാനാ. നമുക്ക് സെവിയുടെ രക്ഷീതിനെ കൊണ്ട് കെട്ടിച്ചാലല്ല. ആങ്ങളുടെ മോനോട് പിരിച്ചാണ് അത് മനസ്സിലായി. ഞാൻ ആങ്ങളുടെ മോനാന്ന് വെച്ച് പറഞ്ഞൊന്നല്ല. അവനാണെങ്കിൽ നിങ്ങളോട് കൊന്നിന്റെ കണക്കൊന്നും ചോദിക്കൂല. പിന്നെ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ അവനറിയേ ചെയ്യാം. നീ ഒന്നും പറയാം. എന്നെ ദേഷ്യപ്പെട്ടിപ്പിക്കാനോട് പോകാനുള്ളത് നേരാണോ മൊല്ലാക്ക പറയുന്നത്? സുബൈദാനും മൊയ്ശില്ലാതെ ജബ്ബാറിനും സെബിയാനും കെട്ടിക്കുള്ളൂ എന്ന് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഇത് നല്ല തമാശ. പൊള്ള എന്റെ മുഖത്ത് നോക്കി ഞാൻ പറയാ മോളെ. അല്ല, ജബ്ബാറിനെ നമുക്ക് വേറെ പെണ്ണാലോചിച്ചാലെന്താണ്? വരട്ടമല്ല, സെബിയാനെ തന്നെ ജബ്ബാറിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് അങ്ങനെ ചേച്ചിക്കായിട്ടുള്ള ബൈക്ക് മാറ്റണമെന്ന് കരുതിച്ചാൽ ഞാൻ എത്രയൊക്കെ പാടുപെട്ടു. ആ പെണ്ണിതൊക്കെ കേട്ടെന്നാ തോന്നണം. കേക്കട്ടെ മല്ലാക്ക, കേക്കട്ടെ. അവിടെ ഇതൊക്കെ കേക്കണം. അപ്പൊ മൊല്ലാക്ക അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. കുടിയിലുള്ള അന്തിപ്രശ്നിയാ. കാശ് വേണമായിരിക്കും. ഈ പേരും പറഞ്ഞ് മൊല്ലാക്ക കാശ് കുറെ പറ്റിട്ടുണ്ട് കേട്ടാ. മൊല്ലാക്ക ഉയിരോടെ ഇരിക്കുമ്പോ എനിക്ക് എന്തിനാണ് മോളെ പേടിക്കുന്നത്? ഇത് നല്ല തമാശ. മൊല്ലാക്ക ഞാൻ എന്ത് വേണമെന്നാണ് അപ്പായി പറയുന്നത്? അബ്രാമുല്ലാക്ക പറഞ്ഞത് മോള് കേട്ടതല്ലേ? ചെറുപ്പാണ് മോള് മനസ്സ് വെച്ചാലും എന്താണ് അമ്മായി പറഞ്ഞത്? അത് നടക്കണമെന്ന് ഞാൻ മനസ്സ് വെക്കണമെന്ന് എന്നേക്കുമായി ഞാൻ ഈ വീട്ടിൽ നിന്ന് അവൻ സന്തോഷത്തോടെ കഴിഞ്ഞു കൂടുന്നത് കാണാൻ നിനക്ക് ആശയുണ്ടെങ്കിൽ, ഇക്കുടുംബത്തോട് നിനക്ക് ടെൻഷനുണ്ടെങ്കിൽ മാത്രം മതി. അമ്മായി, ഞാൻ ആദ്യമായി വീട്ടിൽ കാലെത്തിയ ദിവസം അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് എന്റെ മയ്യത്ത് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കിക്കൊണ്ടു പോണമെന്ന്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയൊക്കെ നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. ഇല്ലമ്മ, ഒന്നും ആലോചിക്കാതെ ഇതിന് ഞാൻ സമ്മതിക്കില്ലമ്മ, സമ്മതിക്കില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇക്ക ഒരു കാര്യം അറിഞ്ഞിക്കണം. എന്താ മൊല്ലാക്ക കാര്യം? ഞാനത് അറിഞ്ഞിട്ട് ഇപ്പോഴൊന്നും മുണ്ടില്ല എന്നൊക്കെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ മൊല്ലാക്ക കാര്യം? നമ്മുടെ ജബ്ബാറുണ്ടല്ല, അവനിപ്പോ വേറെ പെണ്ണ് കെട്ടാൻ പോവുകയാണ്.
ഇക്കട മോക്കേ മക്കളുണ്ടാവൂലാന്ന്, പ്രസവിക്കൂലാന്ന്. ഈ കേൾക്കണം. ഞമ്മടെ കുഞ്ഞോത്തുമ്മടെ ആങ്ങളെ ഉണ്ടല്ല, ചുറ്റിക്കാരൻ ചേക്കുഞ്ഞിക്ക, അങ്ങേരിക്കട മോളയുടെ ആലോചന. ഇല്ല മന്ദാക്ക, അത് നടത്താൻ പറ്റൂല, അത് നടന്നൂടാ. അതെങ്ങനെയാണ് കഴിയുക? ഞമ്മ വിചാരിച്ചുകൊണ്ടാവും വേറെ പെണ്ണ് കിട്ടാണ്ടിരിക്കും. ഇത് നല്ല തമാശ. അവൻ വേറെ പെണ്ണ് കിട്ടുകയാണെങ്കിൽ ഇന്നെ കൂടി നിന്റെ മോളെ നിർത്തൂല. നിന്റെ പേര് കഴിയുമെന്നാണെങ്കിൽ ഇപ്പൊ തന്നെ അവക്കടെ മൊയ്യ ഞാൻ വാങ്ങിച്ചേ. ജപ്പാനെ, നീ വേറെ പെണ്ണ് കെട്ടാൻ പോണെന്ന് കേട്ട് അതറിയാനാണ് ഞാൻ വന്നത്. കേട്ടതൊക്കെ നേരെ ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്താ പേടിയെന്നാ അങ്ങനെ വെച്ചാൽ എനിക്കതറിയണം. ഇക്കല്ലേടെ ആരും അറിയിക്കാൻ വിചാരിച്ചിട്ടില്ല. ഉമ്മ എന്താണ് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് വടക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? ഞാൻ എന്താണ് വയസ്സുണ്ടാക്കിയത്? നീ നിന്റെ ഇഷ്ടത്തിന് വെടിവെട്ടാൻ പോണ ഗ്രിപ്പൊക്കെ എന്താ? എനിക്ക് എന്താണെന്നാ എന്റെ മോക്കൊരു അടങ്ങേറി വരുന്നത് ഞാൻ അറിയണ്ടേ? അത് ഞാൻ ചോദിക്കണ്ടേ? ആ മോക്കടെ മരുന്ന് കൊണ്ടാണ് അവനും വേറെ പെണ്ണുകെട്ടേണ്ടി വന്നത്. ഒരു കുഞ്ഞിന് വേണ്ടി എന്റെ മോൻ എത്ര കൊടുക്കും? പടച്ചോന്റെ കൽപ്പന അങ്ങനെയാണ്. ഏതായാലും എന്റെ മോക്കൊരു വിഷമം വരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയൂല. കയ്യിലേക്ക് വേണ്ട, നിങ്ങൾ ആ മോളെ വെച്ചോടുക്കോ. ഉമ്മ, നിങ്ങൾ എന്നെ പേടിപ്പിക്കണം. എന്റെ മകൾക്ക് മരണം വരെ സഹായി കഴിഞ്ഞുകൂടാനുള്ള ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. ആര് വേണ്ടെന്ന് വെച്ചാലും എനിക്ക് അവരെ തള്ളാൻ ഒക്കൂല. എന്റെ മകളുടെ മൊഴി വെച്ചേക്ക്. സുബേദയുടെ മൊഴി വേണം, അത് നിങ്ങൾ കാത്തു നിൽക്കണ്ട. വേറെ പെണ്ണ് കിട്ടുന്ന നീ എന്തിനാണ് അവിടെ നിർത്തണത്? കണ്ണീരും കയ്യേറ്റ് അവൾ അവിടെ നിർത്താൻ എനിക്ക് ഇഷ്ടമല്ല. സുബൈദയുടെ മൊഴി ചൊല്ലിയിട്ട് വേറെ കല്യാണം എനിക്ക് ആവശ്യമില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ബന്ധം വേർപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഞാൻ തന്നെ. ഇനിയും നിങ്ങളുടെ ഭാര്യയെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുബൈദ, മരണം വരെ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞുകൂടണമെന്ന് പലവരും മുഴുകാടിയിട്ടുള്ള നിന്റെ നാവ് കൊണ്ട് തന്നെയാണോ ഈ വാക്കുകൾ ഉച്ചരിച്ചത്? അതും നിനക്ക് പ്രാർത്ഥിച്ചു. അത് പിടിപെടുന്നതിന് മുൻപ് ഈ അന്തരീക്ഷത്തോട് യാത്ര പറയണമെന്നാണ് എന്റെ ആഗ്രഹം. സുബൈദ, ഇതിനേക്കാൾ ഭേദം എന്റെ കഴുത്ത് വിരിച്ചെന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. എന്റെ കരളിലേക്ക് ഒരു കഠാരി കുത്തിയിറക്കി എന്നെ നിനക്ക് കൊന്നുകളയാമായിരുന്നു. ആരും അറിയാതെ എത്ര രാവുകളിൽ ആ കൃത്യം നിർവഹിക്കുന്നുള്ള അവസരം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. നീ എന്തുകൊണ്ട് എന്നെ കൊന്നില്ല സുബൈദ? എനിക്കൊക്കെ അറിയാം, നീ പ്രസവിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു കുഞ്ഞുണ്ടായി കാണാനുള്ള എന്റെ ആഗ്രഹം മനസ്സിലൊതുക്കി എന്നെ ഹൃദയം തുറന്ന് സ്നേഹിച്ചതിന് നീ എനിക്ക് തന്ന പ്രതിഫലം. മോനെ, നീ വിരമിക്കരുത്. ഇതൊക്കെ നിന്റെ പണത്തിന് വേണ്ടി. ഇതാ, ഇത് മാമാടെ കയ്യിൽ കൊടുക്കുക. അതോടെ പുറത്തിട മതി. എടാ മക്കാരെ, നീ പോയി ആ മൊയ്യാരെ നീ വിളിച്ചോണ്ട് വാ. പ്രസവിക്കാത്തവളാ. ഈ കുട്ടിക്കുപ്പായം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇതിന്റെ ആവശ്യം നിങ്ങൾക്കാണ്. ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ആശ്രയിച്ച തരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇതെങ്കിലും നിങ്ങൾ സ്വീകരിക്കും.
എന്റെ പൊടി ബെത്താച്ചി, 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 അല്ലോ. ഇല്ല ബെത്താച്ചി, വീശി ബെത്താച്ചി. പെണ്ണിനെ പിടിക്കാത്ത പുയ്യാപ്പിളമാരും എല്ലാവരും ഞങ്ങളെ തല്ലാൻ വന്നു. ഇല്ല കാശ് കൊടുക്കാനുള്ള കടക്കാരും എല്ലാവരും ഞങ്ങളെ വായിച്ച ഇല്ല ബെത്താച്ചി, ഇല്ല. എല്ലാം പറയാ ബെത്താച്ചി, ഇത്തിരി വെള്ളം കൊണ്ടുപോവാ. മന്ത്രിച്ചതാണ്. നിന്റെ ഉമ്മയുടെ ഹസ്തമാരി കഴിക്കാൻ. എന്റെ അമ്മയുടെ കത്തമ്മേനെ എന്നിട്ട് 4 മണിയായി. നിങ്ങളെ പയ്യനെ മനസ്സിലാക്കാം. ബെത്താച്ചി, വെള്ളം കൊണ്ട് തന്നെ. എന്തിനാണ്? എടി വെള്ളം കൊണ്ട് തന്നെ. എന്തിനാണെന്ന് പറ. എന്റെ സ്വഭാവം എനിക്ക് പിടിക്കാൻ കേട്ടി വെള്ളം കൊണ്ട് തന്നെ. എന്നിട്ട് നിങ്ങളത് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കരക്കാൻ പറഞ്ഞ് ഓടിയിരുന്നു. അതല്ലേ തമാശ. ഞാൻ നമ്മുടെ ചേക്കുഞ്ഞിക്കാരെ കാണാൻ വേണ്ടി പോയതേ. അങ്ങാടി കഴിഞ്ഞ് വരമ്പത്തേക്ക് ഇറങ്ങിയില്ല എന്ന് കണ്ടപ്പോ ദേ പറഞ്ഞു പേടിച്ചു ബെത്താച്ചി, നല്ലോണം പേടിച്ചു. അല്ല അയക്കല്ല മറ്റോ കെട്ടാറുന്നല്ലേ. ഇത് നല്ല തമാശ. എടി ബേത്താച്ചി, ഇത് അയക്കല്ലുണ്ടോന്ന് മാറുന്ന പേടി അല്ലടി. എന്നാ പള്ളി കയറി മൊയിലേക്കൊണ്ടൊന്ന് മന്ത്രിച്ച് പഠിപ്പിക്കാറുണ്ട്. എടി അതുകൊണ്ടൊന്നും ഈ പേടി മാറില്ല. എനിക്ക് ആ ഭൂതത്തിന് നല്ലോണം പിടികിട്ടിട്ടില്ല. അത് കതീശയാണ് നമ്മുടെ 4ാമത്തെ കെട്ടിയോള്. അപ്പൊ കെട്ടിയോളെ കണ്ടിട്ടാണ് നിങ്ങൾ പേടിച്ചോടിയത്. ഇത് നല്ല പുതുമ. അവൾ ഒറ്റക്കാണെങ്കിലും തലക്കേടില്ല. അവളുടെ കുറെ പിള്ളേർ 1, 2 കമ്പനിയിൽ പണിക്ക് പോണ പോലെ ജാതിയായിട്ടല്ലേ പറയുന്നത്. മണിമക്കൾ അടുത്ത് വന്നാത്ത ഹാലെന്താണെന്ന് എനിക്കറിയാവോ? വെറുങ്ങനെ നിൽക്കൂലില്ല. ഈ കുരങ്ങ് മരത്തുമ്പോ പെടുത്തിക്കാരുടെ പോലെ പേട്ടലിക്കൊരു കേട്ടല്ലേ. പിന്നെ അമ്മ വൈകിട്ടായിരുന്നു. നാടായ നാടൊക്കെ ഓടി അമ്മ പെണ്ണിട്ടും പുറത്താ കുട്ടികളുണ്ടാവും. അവർക്ക് ചെലവ് കൊടുക്കണം. ഇതിപ്പോ എന്റെ കുറ്റമെന്നാണ് ഈ പറയണത്. എടി പേട്ടാക്കി, ഈ വയസ്സിനിടയ്ക്ക് ഞാൻ 5 പെണ്ണ് കെട്ടി. ഈ 5 എനിക്ക് വേണ്ടി കെട്ടിയതല്ല. അതല്ലേ അതിന്റെ തമാശ. എനിക്ക് വേഗം നിങ്ങളെ തമാശ. എന്നോട് അമ്മ വെള്ളം കുടിക്കാൻ ചോദിച്ച ഇനി പോയി വെള്ളം കൊണ്ടുവരാൻ. ആരും ഒന്ന് ചോദിച്ചാലും ഞാൻ മരിച്ചു നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. തങ്കമണിയോ എന്ത്? മുളകണ്ടിക്ക് 4 കണ്ട നാളെ നടത്തി തരാം. അല്ല, ഇതാര് തങ്കമണിയാ? നമ്മൾ വിചാരിച്ചാ ഭൂതമാണ്. ആ തങ്കമണി ഞാൻ എന്തിനാണ്? ആരും മുളക് ഇപ്പൊ തുറക്കണ്ട. കുടി, ഇതും കൂടി, ഇതും കൂടി, ഇതും കൂടി, ഇതും കൂടി. ഉള്ളി വേണം, മുളക് വേണം. നാളെ തന്നെ തിരിച്ചു തരണം. ഞാൻ നടത്തി. എന്റെ പുള്ളോ വാക്കുകൊടുത്തിന്റെ കരുതി എനിക്കിന്റെ ജീവിതം പാഴാക്കാൻ സാധ്യമല്ല. എന്ത് പറഞ്ഞ് ജപ്പാനായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമല്ല. എടി ശൈത്താനെ, അതിൽ പറഞ്ഞാലുള്ള നിന്നെ സൂപ്പർ സൂപ്പർ. എടി നീ വിശ്രാമമായി മുമ്പിച്ച ഉമ്മ പപ്പാമാരെ അനുസരിക്കാന്നല്ലാണ്ട് അവരെ എതിർത്തൊരു പഴക്കം വരാൻ നിനക്ക് പാടില്ല. ആക്കടെ പേര് ഞമ്മളോടല്ലാണ്ട് പിന്നെ ആരോട് പറയും? മുണ്ടകനി ശൈത്താനെ, മുണ്ടകെ നിന്നെ സൂപ്പർച്ചാണ്. ഒരു മണിയുടെ പൊന്നു കൊടുക്കാണ്ട് ഇത്ര പേർക്ക് സ്വത്തുള്ള തറവാടിയാണ് ചക്കര വരെ കിട്ടുമോടി. അതുപോലെ നമ്മുടെ ബാക്കി വിജയിച്ച് അച്ചക്കൻ മറ്റേ പെണ്ണെ മൊഴിച്ചില്ലേക്ക് ഇനി എന്ന് പറയുന്നത് ശരിയാ? മേലാൽ ഈ സഭയെ കാണാൻ വർത്താനം വഴി ചെയ്തു നിങ്ങളുടെ ഓട്ടോ ചാട്ടവും കളിയും ചിരിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒറ്റയുടെ മുന്നിൽ ഒന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരെടുത്താലും ഇക്കല്യാണം നമ്മൾ നടത്തിയില്ലെങ്കിൽ എന്റെ പേര് ചേക്കുഞ്ഞിന്നത്. ഇത് നോക്കിയില്ല നിന്റെ ജീവിതം കഴിക്കും. നശിപ്പിക്കുന്നു.
ഇതെങ്കിലും ഇവിടെ ഇരിക്കട്ടെ. എന്തിനാണ് നിനക്ക് ഏത് നേരം കണ്ണിനയച്ചാ ഇത് ഈ കുടുംബത്തിൽ ഇരിക്കുന്നതല്ല വർക്കത്ത് വരാം. ഇതെന്റെ ജീവനാണമ്മ. അവളുടെ ഓർമ്മയ്ക്ക് ഇത് മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇത് അടുപ്പിലിട്ടാൽ എന്റെ കരളനിക്ക് കരിഞ്ഞ് ചാമ്പലാകുന്നത്. പിന്നെ ഈ മകന്റെ മുഖം നിങ്ങൾ കാണില്ലമ്മ, കാണില്ല. ആ നശിച്ച കൈകൊണ്ട് എന്തൊക്കെ തുന്നി അന്ന് മുതൽ ഈ കുടുംബത്തിന് പ്രവേശമാണ്. മോളെ സുബൈദ, മോളെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട് ഇന്ന ബാപ്പു വെള്ളം. ഈ കരഞ്ഞ് കരഞ്ഞാണ്ടായല്ലോ മോള്. ഞാൻ കരുതില്ല ബാപ്പു. എന്തിനാണെങ്കിൽ മോളെ ബാപ്പയോട് കളവ് പറയുന്നത്? ബാപ്പ എല്ലാം കാണുന്നുണ്ട് മോളെ. വരാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ടെന്താണ്? വേണ്ടതെന്താന്ന് വെച്ചാൽ അത് ചെയ്യാറുണ്ടായി. ബാപ്പാടെ ദേവസ്ഥിതിനെ പറ്റി വല്ലത് അറിയണ്ട മോളെ. എപ്പോഴാണ് എങ്ങനെയാണ് ആപത്ത് വരുന്നതെന്ന് ആർക്കറിയാം. ബാപ്പന്റെ കാലം കഴിയാൻ പിന്നെ എന്നെ നോക്കാൻ ആരും നോക്കി എന്റെ വെട്ടിത്തെ കാക്കലാക്കിയിട്ടാണ് മോളെ സന്തോഷത്തോടെ. വേണ്ട ബാപ്പു, ഇനി ഒരു കല്യാണം എനിക്ക് വേണ്ട. നീ എന്ത് ബുദ്ധിയില്ലാത്തവരാണ് പറയുന്നത് സുബൈദേ. മറ്റൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒക്കെ നേരെയാണ്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താണ് കരീംക്ക് അങ്ങനെ ഇരുന്ന് കളഞ്ഞത്? ഒന്നുമില്ല മുല്ലാക്ക, ജീവിതം മുല്ലാക്കത്തിൽ ഞമ്മളെ ആളെ പറഞ്ഞയച്ച വിശേഷം എന്താണ്? മറ്റൊന്നിനല്ല മുല്ലാക്ക. എന്റെ തടിക്ക് നല്ല സുഖമില്ല. സുബൈദയുടെ കല്യാണം തന്നെ നടത്തണം. മുല്ലാക്ക അവർക്ക് നല്ലൊരു മാപ്പിളക്കാരി വിട്ടുപിടിക്കണം. സുബൈദാക്ക് ഒരു മാപ്പിളക്കാരി ഉണ്ടാക്കണമെന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതെന്താ മുല്ലാക്ക? സുബൈദാക്ക് ജീവിതത്തില്ലേ? അവർ തറവാട്ട് പറഞ്ഞോളേ. അവർ വാപ്പൊക്കെ സ്വത്തില്ലേ? ഇത് നല്ല തമാശ. കുഴപ്പം അവിടെ ഒന്നുമല്ല. ഓള് 4-5 വർഷം മറ്റൊരുത്തന്റെ കൂടെ ബാനട്ടുള്ള പെണ്ണാണ്. അങ്ങനെയുള്ള പെൺകിടങ്ങളെ വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ മുല്ലാക്ക? അവൾക്ക് മക്കളുണ്ടാവില്ല എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കുഴപ്പം. ഇക്ക വിഷമിക്കണ്ട. ഞമ്മക്കിപ്പോ അവൾക്ക് ഈ ചുറ്റളവിന് മാപ്പിളക്കാരൊന്നും നോക്കണ്ട. വല്ല പൊന്നാനിന്ന ചാവക്കാട്ടുന്ന പോരെ. പിന്നെ വേറൊരു കാര്യം, സുബൈദാന്റെ നിക്കാഹ് കഴിഞ്ഞ വിവരവും അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്ത വിവരവും നമ്മളിപ്പോ പേർക്കുന്നുണ്ട്. എന്താ മുല്ലാക്ക പറഞ്ഞത്? കളവ് പറഞ്ഞ് കല്യാണം നടത്തി. തറവാട്ടോടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല മുല്ലാക്ക. തറവാട് നോക്കിയിരുന്നാല് അവളെ ഇപ്പോഴെങ്കിലും കെട്ടിച്ചാക്കലുണ്ടാവൂല. തന്നെ എന്റെ ഒരു കല്യാണം നടത്താൻ 100 നുണ പറയുന്നതിൽ തെറ്റില്ല കരിമുക്ക. ഇത് നല്ല തമാശ. വേണ്ട മുല്ലാക്ക, എന്റെ മോളെ ഇനിയിപ്പ് നിന്നാലും വേണ്ടിയില്ല. നുണ പറഞ്ഞ് മറ്റുള്ളവരെ കുഴിയിലിറക്കിയിട്ട് ഈ കല്യാണം നടത്തണ്ട. ഇതൊന്നും കൂടാണ്ട് തന്നെ സുബൈദാക്ക് ഒരു മാപ്പിളക്കാരി ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ നമ്മളെ വക 100 ഉറുപ്യ തരാം. ഇത് നല്ല തമാശ. ഈ അവറാമല്ല വിചാരിച്ചിട്ട് സുബൈദാക്ക് ഒരു മാപ്പിളക്കാരിയും കിട്ടൂല എന്ന് പറഞ്ഞാൽ അതിന്റെ കുറവ് ഈ അവറാമല്ലക്കല്ലേ. കരീമൊക്കെ വിഷമിക്കാണ്ടിരി. ഞമ്മൊന്ന് ചാവക്കാട്ട് വരെ പോയിട്ട് വരാം. പണിക്കുടിക്ക്
അപ്പോഴേ എന്താ മുറ്റിട്ട് ഇത്തവണത്തെ ഈന്തപ്പഴത്തിന് രുചിക്കുറവാണല്ല. എന്താണ് അറബികൾ വല്ല മായവും ചേർത്ത വാഴ? വല്ലോന്റെ മുതലെന്റെ വയറേന്ന് പറയാൻ തിന്നണതും പോരാ, കുറേശ്ശെ കുറ്റവും പറയണം. അല്ല മുല്ലാക്ക, തന്റെ പഴയ സ്വഭാവത്തിൽ ഞാനൊരു മാറ്റം കാണുന്നില്ലല്ലേ? കൊറേ ഒടുവിലത്തെ വീട്ടിൽ കൂടുതൽ വയറ്റിലൊക്കെ പിടിച്ചാലേ പൈപ്പിന് വെള്ളം പോകുന്ന ശരിക്ക് ഏത് ഏത് ഇത് പള്ളിപ്പറമ്പാണ് കേട്ടാ. അത്തോടി വേണ്ട മുറ്റിട്ട് വിട്ട് പിടി. മുല്ലാക്ക, ഞാൻ ഈ പാവത്തിന് കല്യാണം കഴിച്ച പെണ്ണിനെ കുറച്ചുമ്പോ ഇവിടെ കണ്ടല്ല. കണ്ട ആ പെണ്ണിന്റെ കഥ എന്താണ്? രണ്ട് കുട്ടികൾ സ്വന്തമായിട്ടല്ലേ കഴിഞ്ഞുകൊണ്ട് അവർക്ക് കുട്ടികൾക്ക് ചെലവിലുള്ള കാര്യം മാസാമാസം കമ്പിമണി വാർത്തായിട്ടല്ലേ അയച്ചോട്ടെ കമ്പിമണി ഞാൻ വരുന്നു സെൽവത്താത്ത. എന്താ സെൽവത്താത്ത വിശേഷങ്ങള്? മണപ്പുള്ള നേരത്തെ കാണാൻ പോകുന്നതായിരിക്കും. ഈ ബനാനകൾ മനസ്സിനാണെന്ന് നിർത്തണ്ടേ? ഏതായാലും മുല്ലാക്കട കാശൊക്കെ മാസാമാസം കമ്പിമിനായിട്ട് വരാനുള്ളതല്ലേ? 2 കിലോ ഈത്തപ്പഴം വാങ്ങിട്ട് വെക്കൂ. കായ് തന്നെ ഹലാക്കിന്റെ പൊടിയേറെ കണ്ടിട്ട് നാളെ എത്രയായി? അപ്പാനെ എന്നെ കേൾപ്പിക്കാൻ പപ്പടം പൊടിക്കുന്ന വായി പൊടിച്ചു കളി. ഇരിക്കാൻ. മോന്റെ കൈ പാപ്പായ കിട്ടിയ എന്ത് ചെയ്യും? ഞാനോ കിങ്കം താരത്തിന് പോലെ പാവിട്ട് അടിച്ചൊരു മലച്ച് മോളെ മംസേ, നിന്റെ നിലപാട് എന്താ? വാപ്പാനെ ഒന്നും ചെയ്യൂല. വാപ്പാർക്ക് ഈത്തപ്പഴം മേടിച്ചു തരും. പാപ്പാനെ കൊണ്ട് ഈത്തപ്പഴം മേടിപ്പിക്കാങ്ങനെ ഞാൻ കാട്ടിത്തരാം. എവിടെ പറയാ തിരക്ക് വിട്ടാലേ പണം വായിക്കാത്തോണ്ട്. വിളിച്ചോ മിടുക്കനാണ്. മക്കളെ വിടലേ ചുറ്റുപാട് നടന്നോ. ഞമ്മ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇവിടം വരെ എത്തി മോനെ. മല്ലാക്ക് വല്ലതും കുടിക്കാൻ വേണം. ഞാൻ ചായ വേണം. വേണ്ടമോ? മുല്ലാത്ത ചായ കുടിച്ചിട്ടായിരിക്കും വരും. ഇല്ല മുല്ലാത്ത? ഇത് നല്ല തമാശ. ഈ സമയത്ത് എവിടെ നിന്ന് ചായ കിട്ടാൻ? വലിയ ബാങ്ക് മാനേജരാ ഓത്ത് ശിവായി ഒക്കെയാണ്. അച്ഛന്റെ കുട്ടികളെ ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ എന്താ മുല്ലാത്ത ഇങ്ങോട്ടൊന്ന് പുറപ്പെട്ടു? കെട്ടിക്കാറായ പെൺകിടാക്കളും കെട്ടാറായ ആൺകിടാക്കളും ഉള്ളവർക്ക് നമുക്ക് വരാണ്ടിരിക്കാൻ ഒക്കൂ. അല്ല മോനെ കുട്ടിക്ക്, നീ വെല്ലിക്കാട്ട് വീട് വെച്ചത് എപ്പോഴാണ്? കണ്ടിട്ട് ലക്ഷപ്രഭുവിന്റെ മട്ടുണ്ടല്ല. നിന്റെ പഴയ വീട് തപ്പിത്തരഞ്ഞ് നമ്മുടെ കയ്യിലെ നഖമൊക്കെ പോയി മോനെ. കുറെ നാളായി വിചാരിക്കുന്നു വീടൊന്ന് പൊളിച്ചു പണിയുന്നു. കഴിഞ്ഞ വേനപ്പകൽ ആ പണിയൊക്കെ ഇത് നല്ല തമാശ. അല്ല മോനെ, ഞാൻ അറിയാൻ പാടില്ല ചോദിക്കാൻ. നീ എന്നും മുന്നിങ്ങനെ ഒറ്റാനടിയായിട്ട് ഇരുന്നാ മതിയാ. അതാ മല്ലാക്ക ഞാനും പറയുന്നത്. ഇവരോട് ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞത് നാളെ അറിയാം. നമ്മൾ സിദ്ദീഖിന് വേണ്ടി നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. തൈത്തറക്കാരെന്ന് കേട്ടിട്ടുണ്ടാ? കൊടുങ്ങല്ലൂരിൽ കരിക്കുളത്തുകാരെ പോലെ അത്രയും വലിയ പണക്കാരാണ്. ആ തറവാട്ടിൽപ്പെട്ട ഒരു പെണ്ണ്, നല്ല സീനത്തുള്ള ഒരു പെണ്ണ്. കൈത്തറക്കാരെ പറ്റി ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട്. പഴയ തറവാട്ടുകാരാ. അവരായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞമ്മക്ക് വിരോധമല്ല മല്ലാക്ക. വിവരം മുഴുവനും പറഞ്ഞു കേട്ടില്ല. അതിനു മുമ്പ് ഉമ്മയെല്ലാം ഉറപ്പിച്ച വിട്ടാണല്ലോ. പിന്നെ അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് മല്ലാക്ക ഇങ്ങോട്ട് വരോ മോനെ? ചോദിക്കാമിനെ കുട്ടി ചോദിക്ക്. ഈ തെക്കന് വല്ലതും അറിയാവോ? ഇത് നല്ല തമാശ. പെണ്ണിന് വയസ്സെത്രയായി മല്ലാക്ക? കണ്ട 10-20 തോന്നിക്കും. പക്ഷേ 17-18 കൂടുതലാണ്. പെൺകുട്ടികളുടെ വളർച്ചയല്ലേ. പോരെങ്കിൽ ബാപ്പാക്കും ഒരു മോളും താലോലിച്ച് വളർത്തിയത്. കാണൊക്കെ എങ്ങനെയുണ്ട് മല്ലാക്ക? അതൊരു ചോദ്യമാണ്. പെണ്ണെന്ന് പറഞ്ഞാലേ നല്ല ചോന്നുള്ളി പോലെ വെളുത്തത്.
പൊന്നെത്ര കിട്ടും? ചെക്കനെ പിടിച്ചാൽ ചോദിക്കണ പൊന്നോട്. പിന്നെ അങ്ങനെ ഇങ്ങനെ വിരുന്നുകാരും പറ്റില്ലാട്ട. കാരണം പെണ്ണിന് ആങ്ങളമാരില്ല, ചേർച്ചേച്ചിമാരില്ല, ഉമ്മയില്ല, വാപ്പില്ല, വാപ്പയില്ല, പിന്നെ ആരുമില്ല, ഒറ്റാന്തടി. അതൊരു ആശ്വാസമാണല്ല. ചെലവ് എനിക്ക് പെണ്ണിനൊന്ന് കാണണം, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അതിനെന്താണ് മോളെ, ഇപ്പോഴെങ്കിൽ ഇപ്പൊ പോയി പെണ്ണിനെ കാണാലോ. ഇത് നല്ല തമാശ. ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ഞങ്ങള് പള്ളിയിൽ നിറങ്ങി ഞങ്ങൾ വരാം. ഓതി കഴിഞ്ഞിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങളോ? 5. നിക്കാരത്തിന്റെ കർമ്മകൾ 8-ാമത്തേതാണ്. ഇതെന്താ കേട്ടത്? ഞാൻ ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ ചോദിച്ചതിന് സുബേദ കരയുന്നു. അത് വേറെ ഒന്നല്ല തൊട്ട് തൊട്ടാനെ കണ്ടപ്പോ സുബേദ അവക്കടെ അമ്മയുടെ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. തൊട്ടാനെ പോലെ തന്നെയാണ് സുബേദാണ്. തൊട്ട ചായ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. എന്ത് പറയാൻ, എല്ലാ വിവരങ്ങളും നമ്മൾ പറഞ്ഞിട്ട് കാര്യം നമുക്ക്. ഇത് നല്ല തമാശ. ഞങ്ങൾ അറിയാം. പിന്നെ വിവരങ്ങളൊന്നും ഞാൻ പറയേണ്ടല്ല. പിന്നെ പറയാണ്ടിരിക്കുവോ? വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാര്യം നമുക്ക്. അല്ല, പിന്നെ നമ്മൾ തമ്മിൽ ഒരു മുഷിപ്പിനിടവരരുതല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. ചെയ്യാൻ വേണ്ടിയിട്ടാണോ അടുക്കുന്നത്? ഇത് നല്ല തമാശ. അപ്പൊ ഞങ്ങൾ അറിയാം. നാളെ ഉണ്ടാക്കുന്ന വിവരം പറയാം. ഇപ്പൊ കഴിയുമ്പോ താമസം തീർന്നില്ലേ? എൻ്റെ മകൾ സബിയ ബീവിയെ 33 നിസ്കാൽ പെണ്ണ് മഹറിന് പകരം ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് ഹലാലായ ഭാര്യയാക്കി ഇണ ചേർത്ത് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. നിങ്ങളുടെ മകൾ സുബൈദ ബീവി 19 നിസ്കാൽ പെണ്ണ് മഹറിന് പകരം നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്ത് ഹലാലായ ഭാര്യയാക്കി ഇണ ചേർത്ത് പൊരുത്തപ്പെട്ടു തന്നതിനെ ഞാൻ സ്വീകരിച്ച് പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്താ സുബൈദ നീ കരയുന്നത്? നീ എന്റെ മറുപടി പറയാ. ഈ രാത്രിയിലും കണ്ണുനീർ. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല സുബൈദ. ഈ കൂടിക്കാഴ്ച നീ ആഗ്രഹിച്ചിരുന്നില്ല. എന്നെ നിനക്കിഷ്ടമല്ല. എന്തു ചോദിച്ചാലും മറുപടി പറയില്ലെന്ന് വെച്ചാൽ ഇത് നല്ല തമാശ. ഇതേമല്ല 100 നമ്മളെ മനസ്സ് സന്തോഷമായതുപോലെ തന്നെ നിങ്ങളെ മനസ്സിന് സന്തോഷമാവട്ടെ. ഇക്കാടെ
എന്ന ഈ മൊല്ലാക്കട മനസ്സിൽ സന്തോഷമാണ്. നമ്മൾ ആശിച്ചതുപോലെ ഒരു തെറ്റിനെ നടത്തി കെട്ടിയില്ലേ ഉണ്ടാക്ക. ജബ്ബാറിന്റെ കല്യാണത്തിന് അന്ന് തന്നെ സുബൈദാന്റെ കല്യാണം നടന്നു. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണെങ്കിൽ വരാനില്ലെന്ന് മല്ലാക്ക. ഇത് നല്ല തമാശ. ഇതൊക്കെ ഞമ്മടെ മിടുക്കാണ് കേട്ടാ, ഞമ്മടെ മിടുക്ക്. നിന്റെ അനുവാദം ചോദിക്കാതെയാണ് ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞേക്ക് സുബൈദ. ഞാൻ 4 കൊല്ലം മറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നെ സ്നേഹിച്ച അങ്ങേ ഞാൻ എങ്ങനെ സ്നേഹിക്കാൻ? സുബൈദ, നീ 4 കൊല്ലം മറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നു. നീ പ്രസവിക്കാതാണ്. എന്താ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിവാഹം ചെയ്തത്? എന്റെ റബ്ബേ, എന്തെല്ലാമാണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താ ഈ വഞ്ചനയെ കുട്ടി നിനക്ക് ഒന്നും അറിഞ്ഞുകൂടുന്നു? അതെ, എനിക്കൊന്നും അറിഞ്ഞു. ഇല്ല, ഞാനിതൊന്നും വിശ്വസിക്കും. നീ ഇതിനെ വഞ്ചിക്കുകയാണ്. ഞാൻ സത്യമായി പറയാ, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഞാനൊരു സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ട കാര്യമാണ്. ഞമ്മൊരു കാര്യത്തിൽ ഇടപെട്ടത് ഇതുവരെ നമ്മുടെ മിടുക്ക് കാണിക്കാണ്ട് ഞമ്മ പോന്നിട്ടില്ല. മോനെന്തേ പറഞ്ഞത്? ഞാൻ വഞ്ചകനെന്നോ? ഇല്ല മോനെ, ഇല്ല. ഞാനൊന്നല്ല. ഞങ്ങൾ തറവാട്ടോടെ ഞങ്ങൾ ആരും വഞ്ചിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾ വഞ്ചിച്ചിട്ടില്ല. മഹത്വമുള്ള തറവാട്ടുകാരല്ലേ നിങ്ങൾ. 4 വർഷക്കാലം മറ്റൊരുത്തന്റെ കൂടെ ജീവിച്ച് അവസാനം കുട്ടികളുണ്ടായി എന്ന കാരണത്താൽ മൊഴി തന്നെ ഉപേക്ഷിച്ചവർ എങ്ങനെ ആ വിവരം ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ നിലയിൽ കെട്ടിവെച്ചത്? അത് വഞ്ചനയാണ്. അതിന്റെ പേരായിരിക്കും തറവാട്ട് വന്നു അല്ലേ? ആ വിവരം നിങ്ങളെ അറിയിച്ചിട്ടില്ലെന്നോ? ആ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നോ? എന്റെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ബാപ്പ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ ഉണ്ടാക്കിയത്? ഞാൻ ബാപ്പയ്ക്ക് അത്ര ഭാരമായി തീർന്നോ ബാപ്പ? ഇതിനേക്കാൾ ഭേദം നിങ്ങൾ എന്നെ കൊന്നുകളയായിരുന്നു. മോളെ, മോളും പപ്പാനെ കുറ്റപ്പെടുത്താണ്. മോനെ, ശബ്ദിക്ക്. മണിക്കൂറുകൾ കഴിയുമ്പോൾ തലാഖ് ചൊല്ലേണ്ട ഒരു ഗതികളിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടും നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? അല്ലടോ, അല്ല. ഇവിടെ താമസിച്ച് എന്റെ പുതിയാപ്ല സംസ്കാരം സ്വീകരിക്കാൻ പോകുന്നു. മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ എന്റെ ബാപ്പയേക്കാൾ പ്രായമുണ്ടല്ലോ തനിക്ക്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങൾ തീർത്ത തീക്കുഴിയിൽ നിങ്ങൾ തന്നെ വീട് നശിക്കും. ഞാൻ പോകുന്നു. ആരും എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ഒന്നും അറിയാത്ത, ഒരു കുറ്റം ചെയ്തിട്ടില്ലാത്ത എന്റെ മോളെ ഉപേക്ഷിച്ച് നീ പോകല്ലേ മോനെ, പോകല്ലേ. വേണ്ട ബാപ്പ, വേണ്ട ബാപ്പ, വേണ്ട. മോളെ, നീ സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞുകൂടണം. തോപ്പ് തോറ്റ് ഇരിക്കണം എന്റെ ഈ ബാപ്പ. ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഈ കല്യാണം നടത്തുന്നു നീ വിചാരിക്കുന്നുണ്ടോ മോളെ? നീ വിചാരിക്കുന്നുണ്ടോ ഈ വിവരങ്ങളൊക്കെ അവരോട് പറയണമെന്ന്? ഞാൻ നിന്നെ നേരിട്ട് ചോദിച്ചതുമാണ്. എല്ലാ വിവരങ്ങളും ഒന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടിപ്പോ ഞാൻ തെറ്റുകാരനായി. ആ മൊല്ലാക്ക, ആ വഞ്ചകൻ. പപ്പക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ട് മോളെ. ഇത്തരമൊരു പൊടിച്ചതവർ നമ്മോട് പ്രവർത്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചത്. ഇവരെ 4 പേര് അറിഞ്ഞാൽ നാം എങ്ങനെ പുറത്തിറങ്ങി മുഖം നിവർത്തി നടക്കും? ആരാണ്? അകത്തേക്ക് വാ.
ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണ്. തൈത്തരയിലെ കരിമിക്ക മരിച്ചു. സിദ്ധിക്ക് പിണങ്ങിപ്പോന്നവരുടെ തലച്ചുറ്റി വീണ് അപ്പൊ തന്നെ മരിക്കുകയും ചെയ്തു. അന്ന് ഞാൻ പോരാൻ നേരം അങ്ങ് എന്നോട് ചോദിച്ചതാണ്. എല്ലാ വിവരവും മൊല്ലാക്ക പറഞ്ഞിട്ടില്ലെന്ന്. ഇതേപ്പറ്റിയാണ് ചോദിക്കണതെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ചെന്നിട്ട് വേണം മയ്യത്ത് വെക്കാൻ. ഇനിയൊന്നും ആലോചിക്കാൻ എന്റെ മോൻ. നമുക്ക് വെക്കം പോകാൻ നോക്കാം. عنده مفاتيح الغيب لا يعلمها وهو يعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون وهو القاهر فوق عباده ويرسل عليكم നീ അവിടെ ഒന്ന് സമാധാനിപ്പിക്കും. ഞാനുണ്ട് സുബൈദ. ഉറക്കത്തിനാൾക്കൂടെ വിചാരിക്കാത്തൊരു മരണമാണ് തെരുമുക്കട മരുന്ന്. മോക്കടെ കല്യാണം കഴിഞ്ഞിട്ട് അതൊന്നും കണ്ട് കൊതി തീരാനൊക്കില്ല. കഷ്ടമായി പോയി. എന്തൊട്ട് കഷ്ടമുള്ള നമുക്ക് ഈ പറയുന്നത്. അങ്ങനെ മയക്കിലോട്ട് കൊടന്റെ പണി തുടങ്ങി. ഈ ചിരിക്കണെന്താ നമുക്ക്? ഈ ചിരിക്കത് അമ്മ പേട്ടാക്കിയെന്നെ കിടപ്പുണ്ട്. നീ എപ്പോഴെപ്പോഴും കുത്തണുണ്ടാവുന്നു. വെറുതെ രണ്ടങ്ങളിക്ക് ഹലാക്കൊക്കെ വന്ന് പുതിയ വന്നു. നല്ല പാടിക്കാലത്ത് മനുഷ്യന്മാര് മരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. എടി ഇബിലീസേ, അയാള് മരിച്ചുപോയി നമ്മുടെ ഹാലെന്താണെന്ന് അറിയാവോ? സിദ്ധിക്കാണെങ്കിൽ പിണങ്ങിപ്പോയി. ആ വകയിൽ കഴിയുമ്പോൾ നമുക്ക് 100 രൂപ ആയാലും നമ്മളെ വെറുതെ വിടുവോ? അപ്പൊ കാശ് പോണ പേടിയാണ് നിങ്ങൾക്ക്. ഇതാണ് എടി, കായ് കിട്ടണ കാര്യമാണെങ്കിൽ ആര് മരിച്ചാലും ഞമ്മക്ക് എന്താണ്? ഇത് നല്ല തമാശ. അപ്പൊ കുറച്ച് കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാം. അള്ളാനെ പറ്റാക്കി അത് മാത്രം പറയല്ലേ. ഇന്നെ പിന്നിട്ട് ഞാൻ പിന്നെ ജീവനോട് ഇരിക്കേ. അപ്പൊ ഞാൻ മരിക്കുന്നേ നിങ്ങൾക്ക് വേദന. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവരെന്ന് മനസ്സിലാവും. അവനാന്റെ ആൾക്കാർ മരിക്കുമ്പോഴാ അവനാന്റെ വേദന. ഇപ്പൊ എന്നെ പഠിപ്പിക്കണം. എടി ഹിമാറെ, കുറച്ച് കായ് കിട്ടുന്ന കാര്യങ്ങൾ ഇജ്ജ് പഠിക്കുന്നതിൽ യാളാമല്ലൊക്കെ വലിയ വേദനയൊന്നുമില്ല. ഇജ്ജ് വേറെ പഠി. എന്നെ പേടിപ്പിക്കല്ലേ മോളെ. ഗോചരാജാവായ തമ്പുരാനെ, എത്ര ആളുകൾ എന്നെ കെട്ടാൻ വേണ്ടി പുറകെ നടന്നു. എന്റെ പേട്ടാക്കി പിന്നെ മോളെ സെബിയ, ഈ ചായം പരാതിന്റെ പറഞ്ഞു കൊണ്ടേ കൊടുത്തു. ഇവിടെ ഒരു വേലക്കാരി നിർത്തിയാൽ എന്താ? അതിന് താമായി വേണ്ട മോളെ, അമ്മായി അടിച്ചോളാം. അമ്മായി ജോലി ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ എടുത്തോളാം. ഇതൊക്കെയാണോ പണിയെടുക്കുന്നത്? നമ്മുടെ തലയിലേക്ക് തുടച്ചു കളയാൻ പറ്റുമോ പേക്കാച്ചി? അതെന്താ എടുത്താ?
വെളുക്കാൻ തേച്ച് പാണ്ടായി പറഞ്ഞ പോലെ ഞാൻ മറ്റേ പെണ്ണുണ്ടായിരുന്നപ്പോ ഞാൻ വെറുങ്ങനെ കട്ടിൽ കയറി എടുക്കാറുണ്ട്. അവളൊക്കെ നോക്കും. പുതിയ മരുന്ന് പറഞ്ഞപ്പോ ഞാൻ അവർക്ക് വെച്ച് മരുന്ന് പറഞ്ഞ കാലായി. എനിക്ക് നിങ്ങളാരും വെച്ച് വിളമ്പി തരണ്ട. ഞാൻ എന്റെ കുടിയിലേക്ക് പോകേനെ. കുടിയിരിക്കാം. എന്തിനു പോണം? ഉമ്മേനെ കണ്ടിട്ട് നാളെ കുറച്ചായി. അതിനിവിടെ ജബ്ബാറില്ല. അവൻ കുഴിപ്പള്ളിക്ക് പോയിക്കാൻ പോയിക്കില്ലേ? 2-3 ദിവസത്തിനകത്ത് പോയി. അവൻ വന്നിട്ട് നിൽക്കുക. വരുന്നത് വരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. മോളൊരു പെണ്ണ, കെട്ടിയ പുരുഷനെ കീഴിൽ നിൽക്കണ്ട മോളെ. അത് ഞാൻ ആലോചിച്ചു കൊള്ളാം. നീ അങ്ങനെ ആലോചിച്ചാൽ മതിയെ. എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ടെന്ന്. എന്താണ് എനിക്ക് നിന്നെ ഉപദേശിക്കാൻ? ജബ്ബാറിന്റെ ഉമ്മാന്ന നിലയിൽ മാത്രമല്ല, നിന്റെ ബാപ്പാടെ പെങ്ങളെന്ന നിലയിൽ നിന്നെ ഉപദേശിക്കാനുള്ള കടമ എനിക്ക്. നിന്നെ ഇക്കുടി എനിക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തോരം പാടുപെട്ടെന്ന് നിനക്ക് അറിഞ്ഞുപിടി. ഈ നിൽക്കുന്ന പേക്കാച്ചിക്കല്ല. അപ്പോൾ നിങ്ങളുടെ ഇവരെല്ലാം കാരണക്കാരി. നിങ്ങളുടെ മകന് വരെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല, എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും സ്വത്ത് കെട്ട് മോഹിച്ചിട്ടുമല്ല. പേടിപ്പിക്കാതെ തന്നെ എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എടി നിന്നോടൊപ്പം പോകാനാ പറഞ്ഞത്. ജബ്ബാറിലൊന്ന് അന്വേഷിച്ചാലും ഞാൻ വീട്ടുണ്ടാവുമെന്ന് പറഞ്ഞേ. ഇതിത്ര ചൊല്ലുവിളിയില്ലാത്തതാണ്. ഇതാണ് പറയേണ്ടത്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയുന്നത്. നമ്മളൊന്ന് വിചാരിച്ചാൽ പഠിച്ചാൽ വേറെ ഒന്ന് വെട്ടിക്കൊള്ളു. ജബ്ബാറിത് അറിഞ്ഞാൽ അവനത് അറിയിക്കാൻ പറ്റുമോ പേത്താച്ചി? അവൻ ഇഷ്ടമില്ലാണ്ട് നടത്തിയ കല്യാണവും നേരാണ് പെട്ടത്. അപ്പൊ പേപ്പാച്ചി ഒന്ന് പോട്ടെ. ഇപ്പത്താനെ കണ്ട് 4 എഴുതി ഒരു മുറി തേങ്ങയും വാങ്ങാന്ന് കരുതി ഞാനിപ്പോ പോകുന്നു. നോക്കട്ടെ. കാശ്മീരിൽ പോയിരിക്കുന്ന അബ്ദുൽ അസീസിക്ക് അയച്ചതാണ്. എന്റെ കല്യാണത്തിന്റെ വിവരം കല്യാണം കഴിഞ്ഞ് വളരെ നാൾ കഴിഞ്ഞാണ് അറിഞ്ഞതെന്നും വരാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നെന്നും അതുകൊണ്ടൊരു വിവാഹമാനം അയക്കുന്നെന്നുമാണ് കഥ. ചിലപ്പോ വല്ല സാരിയോ മറ്റായിരിക്കും. പുതിയാപ്പന്മാർ സാരിയല്ലേ കൊടുക്കുന്നത്. ഷർട്ടിനുള്ള ശീലയെ വിട്ടുമായിരിക്കും. പുതിയാപ്പളയ്ക്ക് പുതുക്കൊണ്ട് വരില്ലേ? നിങ്ങൾ രണ്ടുപേരും തർക്കിക്കണം. ഒരു കാശ്മീർ ഷോൾ ഇങ്ങോട്ട് അയച്ചുതരാൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതായാലും എന്റെ ആരുടെയും സംശയം ഇപ്പൊ തീർന്നേക്കും. മണ്ടിപ്പെണ്ണി, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതൊക്കെ എടുത്ത് അകത്തോണ്ട് വെച്ചേക്കും. കുടുംബത്തോട് പരിചയമുള്ള പെണ്ണ്. പടച്ചോ, അവർക്ക് ഇങ്ങനെ ദുഃഖം വരുത്തി വെച്ചല്ലോ. നീ വന്നിട്ട് പോയാ മതി. ഞാൻ പെണ്ണാണെങ്കിൽ ശരിയെ കൂട്ടാക്കിയില്ല. ദിവസം ചെല്ലുന്നതോറും അവൾ കൂടുതൽ വഷളാകുക. ചോദിക്കാതെ പോന്നെന്ന് കരുതി ആർക്കെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ? കെട്ടിയൊലിഞ്ഞ് ചെല്ലാൻ എന്നെ കൊണ്ടാണ്. നീ പെണ്ണാ? പെണ്ണുങ്ങൾക്ക് ഇത്രയും വലിയ അഹങ്കാരമൊന്നും പറഞ്ഞില്ല. അല്ല, നീ അവരുമായിട്ട് ബയക്കിട്ട് പിടിഞ്ഞു വെച്ച് എന്ത് കാട്ടാനാ കണ്ടേക്കണേ? ഞാനിവിടെ നിൽക്കുന്നത് ഉമ്മാക്കും ബാപ്പാക്കും ഇത്ര വിഷമമാണ്. ഒരു പെണ്ണിന് എല്ലാ കാലവും ഉമ്മ ബാപ്പാമാരുടെ അടുത്ത നിൽക്കാൻ ഒക്കൂല. അതൊക്കെ ആണെങ്കിൽ മടിയിൽ വെക്കാം. അടക്കാതെ പറമ്പിൽ തന്നെ കുഴിച്ചിടും. കല്യാണം കഴിഞ്ഞ പെണ്ണിന് ചില ചുമതലകളുണ്ട് മോളെ, നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഈ നിൽപ്പ് കാരണം ഓരോരുത്തർ ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങിയിരിക്കുന്നു. മോള് പോയി 5-6 ദിവസം നിന്നിട്ട് പുതിയാക്കളോട് അമ്മായും ചോദിച്ചിട്ട് പോരും. ഇഷ്ടപ്പെടുന്ന നേരിട്ട് പുറത്തൊന്നും പോകരുത്. വലിച്ച ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി.
പോകുന്നോണ്ട് സഭയ്ക്ക് ഒറ്റയ്ക്ക് പോരാനൊരു മടി. അതുകൊണ്ട് ഞാനും കൂടി പോന്നാ. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യങ്ങൾക്ക് തരാൻ തോന്നിയില്ല. നേരം വെള്ളടി മുന്നോട്ടുമ്മ. കുടിയിലാണെങ്കിൽ 100 കൂട്ടം പണിയുന്നു. എല്ലാ സ്ഥലത്തും എന്റെ കണ്ണെത്തും. അല്ല ജബ്ബാറില്ലേ? അവൻ പുറത്തെങ്ങാണ്ട പോയത്. ഇക്ക പറഞ്ഞ കാര്യം തന്നെ നിൽക്കണം. മോളെ ശരിയ ബാപ്പാക്ക കസേരന്ന് കൊണ്ടിട്ട് കൊടുത്ത്. ഞാൻ ഇപ്പൊ ഇരിക്കണേ. എനിക്ക് ആ മാങ്ങോട്ട് അയറാജിനെ ഒന്ന് കാണാം. ഞാൻ പോയിട്ട് വെക്കാം. ചോറ് വെയിക്കായിട്ട് എന്നിട്ടെന്നെ പറഞ്ഞു. ചേട്ടാച്ചി ആ കോഴിനൊന്ന് പിടിച്ചറിയിച്ചു. മോളെ നീ പോയിട്ട് എന്റെ വരാത്ര താമസിച്ചത്. വരാൻ താമസിച്ചതാണ് കുറ്റം. മരിച്ചോ ജീവിച്ചിരിക്കുമെന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അന്വേഷിക്കേണ്ട കടമയുണ്ടെന്ന് ഇവിടെ ആർക്കും തോന്നില്ല. നീ ഇപ്പൊ എന്തിനു വന്നു? ഇവിടെ വരില്ലാണ്ട് പിന്നെ അവൾ എവിടേക്ക് പോകാനാണ്? ഇവൾക്ക് ഇവിടെയുള്ള ബന്ധം? നീ നിൽക്കാൻ കഴിച്ചിട്ടുണ്ട്. ആ വിചാരം ഇവർക്ക് അശേഷമുണ്ട്. ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്ത് എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതം വാങ്ങാതെ ഇഷ്ടം പോലെയൊക്കെ നടക്കും. ഇവിടെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോയ സ്ഥലത്തൊന്നും യാത്ര പറയാനിട്ടായിരിക്കും. നീ എന്താ മോളെ ഇങ്ങനെ തറക്കുത്രം പറിച്ചിരിക്കണേ? ഞാൻ വരുന്നവരെ കാത്തിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല അല്ലേ? അതിന് ആർക്കുമുണ്ടെന്ന് തോന്നിയില്ല. എന്താ പറഞ്ഞേ? മോനെ, ഇക്കാര്യം നല്ലതല്ല. പെണ്ണുങ്ങൾ തന്നെ ശീലിക്കരുത്. നീ എന്താണ്ട് നമുക്ക് ഈ ബാണം കത്തിച്ചുവിട്ടൊക്കെ എന്നെ ഓടണം. പോയി നിനക്കെന്തിനല്ലേ നമുക്ക് പോയി? കുഞ്ഞൊക്കെ നടപ്പിക്കാൻ നന്നായിട്ട് അത് പറന്നുപോയി. ഒന്ന് പിടിച്ചു തന്നെ. ആ അറക്കാനാണാ അപ്പൊ പോകണ്ടല്ല. അവിടെ വിരുന്നാരൊക്കെ വന്നേക്കണം. ഒന്ന് പിടിച്ചു തന്നെ. എന്റെ പൊന്നല്ലേ ഒന്ന് പിടിച്ചു തന്നെ. ആ പിടികൊടാ. പോയി എവിടെ? എവിടെ? ചേട്ടാച്ചി ചെരുപ്പ് എടുത്തോ എടുത്തോ. ചേട്ടാച്ചി തൊപ്പിയും തലേമക്കെട്ടും പോയി എടുത്തോ. നിന്റെ ബാപ്പനെ പിടിക്കും. ഒന്ന് വെക്കടുത്ത്. ഇത് നല്ല തമാശ. ഇത്ര പാടുപെട്ട് പിടിച്ച് അറക്കാനാണ്. വിട്ട് വിടി വേത്താച്ചി വിട്ട് വിടി. അല്ല ഈ മനുഷ്യന് കിറുക്ക് പിടിച്ചോ? കണ്ടോർക്കടെ കോഴിയാണത്. ഏറ്റ് പൊന്ന് പേത്താച്ചി നീ പോയിട്ട് പറ. പോയി പറഞ്ഞു എന്ന് പറ. ഞമ്മൊന്ന് ചാവക്കാട് പോകാൻ വിചാരിച്ചിട്ട് ദിവസത്തിനെ അവിടെ പോയെങ്കിൽ 4 ദിവസത്തിന്റെ കാര്യം കിട്ടില്ലായിരുന്ന. ഇപ്പൊ ഇതിനെ വിറ്റാലേ നമുക്ക് ചാവക്കാട് പോകാനുള്ള കാര്യമായി. തമ്പില്ലാതെ മീനായ തമ്പുരാനെ ഈ മനുഷ്യന്റെ ഒരു കുട്ടി. എന്റെ പൊന്ന് വിറ്റാലും നീ പോയി ഒന്ന് പറ. അത് കണ്ട അത് കണ്ട പനി പിടിച്ചത് എനിക്കാണെങ്കിലും ക്ഷീണിച്ചത് സുബൈദയാണ്. അതെങ്ങനെയാണ്? 4 ദിവസമായി അവൾ നേരാമണ്ണം ഒതിയനം കഴിച്ചിട്ട്. ഉറക്കവും കുളിയും ഒക്കെ അങ്ങനെ തന്നെ. അല്ല എന്താണ് മോൻ കിടക്കണത്? ആരുടെ? മുല്ലാക്കെ? ഒരു നീരവീഴ്ച പനി, സാരമില്ല. പിന്നെ മുല്ലാക്കാനെ കല്യാണത്തിൻ്റെ കണ്ടതാണല്ലോ. ഇവിടെ വന്ന് മോനെ ഒന്ന് കാണണമെന്ന് മൊല്ലാക്കാക്ക് വലിയ ആശയുണ്ടായിരുന്നു. എന്നാ മോനും സുബൈദയും കൂടി സുഖമായിട്ടൊന്ന് കഴിഞ്ഞു കൂടണമെന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു മൊല്ലാക്ക അങ്ങനെ കാത്തിരിക്കേ. സുബൈദ, മുല്ലാക്കാക്ക് വെച്ച് ചായ കൊണ്ടുവാ. അന്ന് മോന് മൊല്ലാക്കോട് വലിയ മുസ്റ്റിലുണ്ടായിരുന്നു മൊല്ലാക്കൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ മോനെ കണ്ടപ്പോഴത്തേനും ബാളം കത്തിച്ചു വിട്ട പോലെ മൊല്ലാക്ക പാഞ്ഞത്. മോന്റെ കൈ കൊണ്ടൊരു ബേക്ക് കൊള്ളാനുള്ള ആവത് മൊല്ലാക്കൊക്കെ ഉണ്ടാ മോനെ. ഇത് നല്ല തമാശ. സുബൈദാന്റെ വാപ്പുണ്ടല്ല കരീമുക്ക, അങ്ങേര് വലിയ തറവാടിയായിരുന്നു. സുബൈദാന്റെ എല്ലാ കുറ്റവും കുറവും കല്യാണ വീട്ടുകാരോട് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു.
കൂട്ടത്തിൽ മൂപ്പില മയ്യത്താകാൻ വലിയ ദിവസവും ഇല്ലാന്ന് പറഞ്ഞില്ല. അതിനു മുമ്പേ മൂപ്പിലാന് കല്യാണം നടന്നു കാണണം ഒരാശ. ഞമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മൂപ്പിലാന്റെ ഹാജത്ത് നടത്തി കൊടുക്കാണ്ടിരിക്കാൻ ഒക്കോ മോനെ. അന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോഴെങ്ങും ഇത് നടക്കൂലേ. അതുകൊണ്ടാണ് മോനോട് ഉമ്മോട് ഈ വിവരങ്ങളൊന്നും പറയാണ്ടിരുന്നത്. അല്ലാണ്ട് നിങ്ങളെ കുഴി ചാടിക്കണമെന്ന് ഈ മൊല്ലാക്കാക്ക് വിചാരമില്ല മോനെ. ഇത് നല്ല തമാശ. അന്ന് കൊല്ലാതെ ഒളിച്ചോടിയത് ഏതായാലും നന്നായി. അത് വേറെ കാര്യം. പിന്നെ ഞമ്മക്കുള്ള വക ഇതുവരെ കിട്ടിയില്ല. അതിങ്ങനെ കിട്ടി. അപ്പൊ അത് വാങ്ങാനായിരിക്കാം കൊല്ലാത്ത ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. അല്ലാ മോളെ സുബൈദ, പഞ്ചാര ചായ കുടിച്ചിട്ട് ഒരുപാട് കാലായി കൊണ്ടാക്കാം. ഇങ്ങനെ കൊടുക്കുക. ഭയപ്പെടാനൊന്നുമില്ല, അവർ ഗർഭിണിയാണ്. സുബൈദ ഉണ്ടല്ലോ നിന്റെ ആദ്യത്തെ കെട്ടോളൂ, അവളൊരു ഉമ്മയാവാൻ പോവാണ്. ഇത് നല്ല തമാശ. പൊള്ളു പറയണ പണിയും മൊല്ലാക്കില്ല മോനെ. ഞമ്മൾ ഇന്നലെ ചാവക്കാട്ടി ചെന്നപ്പോ ആ പെണ്ണിനൊരു തലചുറ്റല്. അപ്പാത്തിക്കിരി വന്ന് പരിശോധിച്ച് പറഞ്ഞ വിവരവും 4 കൊല്ലം എന്നോടൊത്ത് ജീവിച്ചിട്ട് സുബൈദ പെറ്റില്ല അല്ലേ? ഇത് നല്ല തമാശ. മോനെ മൊല്ലാക്കൊന്ന് ചോദിക്കട്ടെ, ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുഴപ്പം ആണുങ്ങൾക്ക് ഉണ്ടായിക്കൂടെ? ശരിയാണ് മുല്ലാക്ക, ഞാൻ ഇതുവരെ ഒരു മഠേനായിരുന്നു. ഡോക്ടർ, ഇവന് പ്രതിവിധിയില്ലേ ഡോക്ടർ? എനിക്കൊരിക്കലും ഒരു പിതാവാകാൻ കഴിയില്ല ഡോക്ടർ. ഞാൻ വരുന്നു ഡോക്ടർ. ഉമ്മാടെ നേർച്ചയാണ് മോനെ. 5 കൊല്ലായിട്ട് ഉമ്മാക്കുള്ള ഒരു ആകെ പടച്ചോ നിറവേറ്റി. നീ ഒരു ബാപ്പയാകാൻ പോകണു മോനെ.
കുഞ്ഞിന്റെ ബാപ്പ എന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവെന്ന പദവിക്ക് അർഹനായ ഭാഗ്യദോഷി ഞാനാണ് ഞാൻ. പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പ എന്ന പദവിക്ക് ഞാൻ അർഹനില്ല. എന്തൊക്കെയാണ് നീ പറയുന്നത്? ഒരു ഉഗ്ര സത്യം. നിങ്ങൾക്ക് രക്തമല്ലെങ്കിൽ അതെങ്ങ് പറഞ്ഞാൽ മതി. മാനമായി ജീവിക്കുന്ന എന്റെയും എന്റെ കുടുംബത്തിന്റെയും മുഖത്ത് കരിവാരിക്കേക്കരുത്. മാനമായി ജീവിക്കുന്നത് നീ. ആ മാനാഭിമാനത്തിന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. നീ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന തീക്കണ്ണന്റെ കഥ. നിനക്കറിയാം, ഡാക്ടർ പറഞ്ഞൊരു 8 കുട്ടികളുണ്ടാവില്ല. മോൻ എന്താ പറഞ്ഞത്? 4 വർഷം എന്നോടൊപ്പം ജീവിച്ചിട്ടും പ്രസവിക്കാൻ നിന്ന് സുബൈന ഇന്നൊരു കുഞ്ഞിന് ഉമ്മയാവാൻ പോവുകയാണ്. അതെ, കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അപവാദം ചുമത്തി അപമാനത്തിന്റെയും വേദനയുടെയും ഭീകര കുമ്പാരത്തിന്റെ മുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ സുബൈന ഇന്നൊരു കുഞ്ഞിന്റെ ഉമ്മയാവാൻ പോവുകയാണ്. ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരി. ഞാനാണ് ഈ കുടുംബത്തൊരു കുഞ്ഞിക്കാലുണ്ടായി കാണാനുള്ള പോകുന്ന സുബൈദാനെ നീ പോയി ചെല്ലണം. അവളെ കൊണ്ട് പറയിപ്പിച്ചുകൂടി ഞാനാണ്. അവർക്ക് തീരെ മനസ്സിലായി. അപ്പോ നിങ്ങൾ അങ്ങനെയും ഒരു കണികയിൽ പ്രവർത്തിച്ചു. എന്നെയും ഈ കുടുംബത്തെയും ജീവനക്കാടുപരിയായി സ്നേഹിച്ചിരുന്നവർ എന്നൊന്നും തട്ടിത്തെറിപ്പിക്കാൻ മാത്രം ഞാൻ എന്ത് ദ്രോഹം വിചാരിക്കുന്നു. നിങ്ങളുടെ വയറ്റിൽ പിറന്നു പോയെന്ന ഒരേ ഒരു കാരണത്തിലാണ് നിങ്ങൾ എന്നോടും നിഷ്കളങ്കായ ആ പെണ്ണിനോടും ഈ കണികയിൽ പ്രവർത്തിച്ചത്. ഉമ്മാക്ക് പുറത്തുതാ പോലെ, ഉമ്മാക്ക് പുറത്തുതാ. എന്തിനുമ്മക്കറിയും ഈ കണ്ണീര് കൊണ്ട് ഇനി ഒന്നും നേടാനാവില്ല. ഇനി ഒന്നും നേടാനാവില്ല. എടീ ഭയങ്കര എന്റെ കയ്യിൽ രക്ഷപ്പെടാമെന്ന് നീ കരുതരുത്. എടീ സഫിയ, 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 എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിങ്ങൾ എന്റെ അടുത്ത് പോകുന്നുണ്ടോ? ഞാൻ പോകണേടാ, ഞാൻ പോകണം. നല്ല ദേവസുഖമില്ലാത്ത പെണ്ണ് ഈ പച്ചപ്പാതിരാക്കി കുടിയിൽ ഇറങ്ങിപ്പോയിട്ട് അവക്ക് വല്ല ആപത്ത് വന്നാൽ ഉത്തരം പറയേണ്ടത് ഞാനാണോ? ഞാനാണോ? ഡാക്ടർമാരെ പറഞ്ഞതൊക്കെ ശരിയാവണമെന്നില്ല. കാര്യമറിയാതെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരു കുടി ഹലാക്കാവുന്ന വിഷയമാണ്. പോയി പറ നിന്റെ കെട്ടിയവനോട്. അയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അല്ലാതെ നിനക്ക് കുടിയിൽ കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ തറവാട്ടിൽ നാണക്കേട് വരുത്തിച്ചിട്ട് നീ ഇവിടെ നിൽക്കണ്ട. നിങ്ങളുടെ മോളെ തീരെ വയ്യും. ഉമ്മനെ അധികം നാൾ ജീവിതത്തിലിരിക്കില്ല. മാക്കൊരാപത്തും വന്നില്ല. ഡോക്ടർ പറയാം. എന്റെ മോൻ എന്ത് പാടായി. ഉമ്മ മോന് തോരാത്ത കണ്ണീർ കാണായി. ഉമ്മാക്ക് പുറത്തുതാ മോനെ. ഉമ്മ ഉമ്മ എന്നോട് മാപ്പ് ചോദിക്കും. അതെനിക്ക് സഹിക്കാനാവില്ല. മോനെ ഉമ്മാക്കുരാജ് എന്റെ പയ്യൻ ഉമ്മ ഈ കുടിയിൽ ഇറങ്ങിക്കൊണ്ട് പോണേ സുബൈദാനിക്ക് കുതിച്ച അവനോട് മാപ്പ് ചോദിക്കും. ആളെ മോൻ അവിടെ ഒന്ന് വിളിപ്പിക്കും. അവൾ വരുമോനെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ
എനിക്കൊന്ന് കാണാനാണെന്ന് പറഞ്ഞാൽ അവള് വരാതിരിക്കും. അവള് നല്ലോണാണ് പോലെ. നീ എന്താണെന്ന് മുണ്ടാതെ? നീ അവസാനായില്ലേ? ഉമ്മാണ് അവസാനത്തെ പൂജയാണ് മോനെ. മോനെ ആ കുട്ടിക്കുപ്പായല്ലേ സുബൈദ വരും. ആ കുട്ടിക്കുപ്പായ അവർക്ക് കൊടുക്കും. നിനക്ക് അതിന്റെ ആവശ്യം ഇപ്പൊ അവക്കാണ്. എടുത്തോണ്ട് പോവാ. ഈ വീട്ടിൽ താമസിക്കുന്നവർ ഇപ്പൊ എവിടെയാണ്? ജോലി മാറ്റം കിട്ടിയിട്ട് മദ്രാസിലേക്ക് പോയെന്നാണ് കേട്ടത്. നാടും നഗരവും നീ അലഞ്ഞു നിന്റെ നറുമുത്തുമണിയെ കണ്ടില്ലല്ലോ. നാടും നഗരവും നീ അലഞ്ഞു നിന്റെ നറുമുത്തുമണിയെ കണ്ടില്ലല്ലോ. കരഞ്ഞാൽ കാണില്ല സർവരഹസ്യവും അറിയാവുന്നവനല്ലാഹു നീ അവിടെ
നമുക്ക് ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകും. വേണ്ട, ഈ കുഞ്ഞ് നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് എന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞു, ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ച കുഞ്ഞു. മതിയായി, എന്റെ ജീവിതം സഫലമായി. ജപ്പാ, സിദ്ധി, കരയാം സുബി, കരയാം. നിന്റെ കുഞ്ഞിനെ എത്തിക്കും. നീ തുന്നിയതാണ് ഈ കുട്ടിക്കുപ്പായം. ഇത് നിന്റെ കുഞ്ഞിനെ നീ അണിയിപ്പിക്കൂ. പഠിക്കാൻ സമയത്തുള്ള ഉമ്മായുടെ ആഗ്രഹമായിരുന്നു അത്. സുബൈദ, നിന്റെ കുറവുകൾ മനസ്സിലാക്കാൻ നിന്റെ മേൽ ഞാൻ പഴി ചുമത്തും. അവനവന്റെ കുറവുകൾ മനസ്സിലാക്കാതെ ഒരു കുഞ്ഞിക്കാല് കാണാനെന്നും പറഞ്ഞ് ഒരേ സമയം പല സ്ത്രീകൾ വിവാഹം കഴിച്ച് അവരെ നരകയാതന അനുഭവിപ്പിക്കുന്ന എത്രയെത്ര പുരുഷന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അവർക്കൊക്കെ എന്റെ ജീവിതം ഒരു പാഠമായെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. ഇഷ്ടവും അനിഷ്ടവും ഇവിടെയില്ല, കഷ്ടവും കരച്ചിലും ഇവിടെയില്ല. ഇഷ്ടവും അനിഷ്ടവും ഇവിടെയില്ല, കഷ്ടവും കരച്ചിലും ഇവിടെയില്ല.